ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്തൃനാമത്തിൽ നിങ്ങളുടെ മധ്യയായിരിക്കാനിടയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 രാത്രികൾ കഴിഞ്ഞു. ഇന്ന് 3-ാമത്തെ രാത്രിയാണ്. നാളെ രാത്രിയും അടുത്ത രാത്രിയും കൂടി യോഗമുണ്ട്. വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ നിങ്ങളെക്കാൾ മുമ്പേ പോകുന്നത് ഞാനായിരിക്കും. അതിനൊക്കെ ആവശ്യകതകളുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള അല്പസമയം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി ഭവിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. കഴിഞ്ഞ 2 ദിവസങ്ങൾ ഒന്ന് വീണ്ടും വരവ് കാര്യകാരണസഹിതം വിശ്വാസയോഗ്യമാണെന്നുള്ളതിൻ്റെ തെളിവ് കാലങ്ങളിലൂടെ കഴിവതും സമയപരിമിതിയിൽ ഓർപ്പിച്ചു. ഇന്നലെ രാത്രി എടുക്കപ്പെടുന്നവരുടെ വിശുദ്ധീകരണവും യോഗ്യതയും എന്തായിരിക്കണമെന്ന് ആ സമയത്തിനകം കൊണ്ട് തെളിയിച്ചു. ഇന്നു രാത്രി സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അത് പല ഡിവിഷനായി തിരിച്ച് പഠിപ്പിക്കാൻ അവസരം ഉണ്ടാകുകയില്ല. അപ്പോൾ അടുത്ത 2 ദിവസം അതിനേക്കാൾ വലിയ വിഷയങ്ങൾ വേറെ ഉണ്ട്. ഏതായാലും ഒരു ടോട്ടലി ഒരു ഉണ്ടാകത്തക്ക നിലയിലായിരിക്കും. പലർക്കും ആ കാര്യങ്ങൾ സംബന്ധിച്ച് വലിയ അറിവൊന്നുമില്ല. വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കരയും കടലും ജ്യോതിർഗോളങ്ങളും മനുഷ്യരാശിയും രാഷ്ട്രങ്ങളും അഥവാ ജാതികളും എങ്ങനെ എന്തായിത്തീരുമെന്നുള്ള വസ്തുതയുടെ ഒരു അറിവ് നമുക്കുണ്ടാകണം. കാരണം രക്ഷിക്കപ്പെട്ടതിൻ്റെ വില മതിക്കണമെങ്കിൽ ഈ ലോകത്ത് വരാൻ പോകുന്ന ന്യായവിധിയുടെ ആ ഭയങ്കരത ഓർക്കണം. ഈ ആദ്യം നമ്മളെ വിടുവിച്ച ദൈവത്തിന് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഭക്തിയോടും ഭയത്തോടും ദൈവത്തെ സേവിക്കുന്നവർ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടും. കർത്താവ് താൻ ഗംഭീരനാഥോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. കർത്താവ് സ്വർഗത്തിലേക്കാണ് പോയതുപോലെ തിരികെ വരുമെന്ന് സാക്ഷികളത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് മടങ്ങി വരും, ദൈവമക്കൾ എടുക്കപ്പെടും, മരിച്ചവർ അതെ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ അടുക്കലെത്തും. ഇന്നിപ്പോൾ തുടങ്ങുന്ന വാക്യം, ഇതിലെല്ലാ ദിവസവും ഓരോ കുറിവാക്യം ഉണ്ടല്ലോ. വെളിപ്പാട് 4-ന്റെ 1-ാമത്തെ വാക്യം എടുത്ത് വായിച്ചാട്ടോ. അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ആരംഭിക്കാം. വേഗമാകട്ടെ. മതി. ഇതൊരാഹ്വാനമാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് AD 96 എഴുതപ്പെട്ടതാണ്. ഡോമിഷ്യൻ കൈസർ പീഡിപ്പിച്ച് പത്മോസിലേക്ക് നാടുകടത്തിയ യോഹന്നാന് ഏകാന്ത തടവിലെന്ന പോലെ ആരുടെയും കൂട്ടായ്മയോ സഹായ സഹകരണമോ ഇല്ലാതെ ഏതാണ്ട് വൻ പാറക്കെട്ടുകളാൽ വിടവും വന്യമൃഗങ്ങളും ഘോരസർപ്പങ്ങളാൽ നിറയപ്പെട്ടതും പ്രകൃതി ദുരന്തങ്ങൾ സ്ഥിരമായിട്ടുള്ളതും ഈജൻ കണ്ട തിരമാലകൾ വന്ന് ഈ പാറമേലടിച്ച് പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതുമായ ഒരു വിജന പ്രദേശമാണ് ഈ പറയപ്പെടുന്ന പത്മോസ് ദ്വീപ്. ഏഷ്യാമന്നാറിന്റെ പടിഞ്ഞാറത്തിരുന്ന് 30 മൈൽ അകലെയായി സ്ഥിതി ചെയ്യുന്നതായ ഈ സ്ഥലം പണ്ട് ആൻഡമാൻ നിക്കോബാർ സ്ഥലങ്ങള് കുറ്റക്കാരെ നാട് കടത്തുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉപയോഗിച്ചതുപോലെ റോമാ ഗവൺമെന്റിന്റെ നാട് കടത്തുന്ന സ്ഥലമായിരുന്നു ഈ വിജന പ്രദേശം. അവിടെ ചെന്നാൽ തലയോട്ടികളും മനുഷ്യന്റെ അസ്ഥിപജ്ഞരങ്ങളും ആകെക്കൂടെ വികൃതമായ ഒരു അന്തരീക്ഷം കണ്ട് എല്ലാവരും അതെ ഭയപ്പെടുന്ന ഒരു സ്ഥലത്ത് കൂടെയാണ് അവിടോട്ട് ദൈവദാസനെ അയച്ചു. തിളച്ച എണ്ണയ്ക്കകത്തിട്ടിട്ട് തന്നെ പൊരിക്കാൻ സാധിക്കാഞ്ഞത് കൊണ്ട് പിന്നെ ചെയ്തതാണ് ഈ പരിപാടി. വിശ്വാസികൾ ദൈവവചനം കേൾക്കുമ്പോൾ അതിലൂടെ നമ്മുടെ സേഫ്റ്റി എന്താണെന്നുകൊണ്ട് നമ്മൾ ഓർക്കണം. ലോകം നിന്നെ കൈവിട്ട് ഏകാന്ത തടവിലാക്കിയാൽ മാനുഷികമായ ബന്ധങ്ങളുടെ ശബ്ദങ്ങൾ നിലച്ചു പോകുമ്പോഴാണ് ദൈവത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം നിന്റെ കാതുകളിലെത്തുന്നത്. അത് വിശ്വാസികൾ പ്രതികൂലങ്ങളിലാകുന്നത് അത് നന്മയ്ക്കാണെന്ന് അറിയാൻ പലർക്കും കഴിയുന്നില്ല. ആ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധിയിലുള്ള നിലവിളിയും ആവലാതിയുമാണ് ഉയരേണ്ടത്. അല്ല, എനിക്ക് ഈ കഷ്ടത വരാൻ കാരണം എൻ്റെ ദൈവനാമം എന്നിൽ മഹത്വപ്പെടാനാണ്. അതുകൊണ്ട് അതിനായിട്ടുള്ള ഒരു ഒരുക്കം നമുക്ക് ഉണ്ടാകേണ്ടതും ഈ യോഹന്നാന്റെ ചിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതുമാണ്. യോഹന്നാൻ അങ്ങനെ ഏകാന്തതയിൽ അവിടെ ഇരിക്കുന്നു. കർത്തൃദിവസം എന്ന സാധാരണ പ്രഥമ വീക്ഷണത്തിൽ എടുക്കുന്നത് ആരാധനയുടെ ആഴ്ചയുടെ ആദ്യ ദിവസമായ
ആഴ്ചയുടെ 1-ാം നാൾ എന്ന് നമുക്ക് ചിന്തിക്കാം. വേറെ കർത്തൃ ദിവസങ്ങളുമുണ്ട്. അപ്പോൾ ആ ദിവസത്തിൽ ഇങ്ങനെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും പതിവുള്ള ഈ ദൈവത്തിൻ്റെ ദാസൻ ആ മടലാരുണ്യത്തിൽ മുട്ടുമടക്കിയപ്പോൾ ആരും കൂടെ പ്രാർത്ഥിക്കാനും കൂടെ ആരാധിക്കാനും പാടാനുമില്ല. ആ ഏകാന്തതയിൽ താൻ മുട്ടുമടക്കുമ്പോൾ ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോൾ 7 പൊന്നിലവ കിടന്ന് ഉലാവുന്ന ദൈവകുമാരൻ, അതെ, തന്നോടുകൂടെ 33.5 വയസ്സ് വരെ ഭൂമി ജീവിച്ച നമ്മുടെ കർത്താവ്, യോഹന്നാനെ, ഞാനാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനായി യേശുവോടെ പ്രത്യക്ഷൻ. ഇത് പത്മോസ് ഉണ്ടായ അന്തരീക്ഷം എന്ന് പറയാനായിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന യോഹന്നാന് 1-ാം അധ്യായത്തിൽ ലഭിച്ചത് അതേ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. 2-3 അധ്യായങ്ങൾ അന്ന് ലോകത്തിലുണ്ടായിരുന്ന 7 സഭകൾ, ഏഷ്യ മൈനറിലും പരിസരങ്ങളിലുമായി ഉണ്ടായിരുന്ന 11 സഭകളിൽ 7 സഭകളുടെ പ്രാതിനിധ്യം എടുത്തുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. 7 എന്നുള്ളതിന് ദൈവീക പൂർണ്ണതയെ ബന്ധിക്കുന്നതായ ചില പ്രത്യേകതകളും അതിനുണ്ട്. അങ്ങനെ 7 സഭകളെ ദൂതെടുത്ത് എഫേസോസ് മുതൽ ലവോദിക്ക വരെയുള്ള സഭകളോടാണ് ഇടപെട്ടത്. ആ ഇടപാടുകൾ ഓരോ അധ്യായവും ഓരോ സഭയുടെ എടുത്തു പഠിച്ചാൽ ആത്മീയത്തിന് വളരെ ഗുണമുള്ളതാണ്. പക്ഷെ എവിടെ ചെന്ന് തുടങ്ങാൻ, അതൊക്കെ അങ്ങ് വിടുക. അങ്ങനെ യോഹന്നാനെ പത്മോസ് ദ്വീപിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാനിടയായ ഈ 7 സഭകളുടെ സന്ദേശം വിശ്വാസികൾ നിന്ന് പഠിക്കണം. അന്ന് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭകളാണ്. ഇന്ന് നമ്മളത് ചരിത്രമായിട്ട് പഠിക്കുന്ന സഭകളാണ്. അതിന് ഒന്നിലധികം ആശയം. അന്നുണ്ടായിരുന്ന 7 സഭകളോടുള്ള ദൂതാണ് പ്രഥമ വീക്ഷണത്തിലെടുത്താൽ. പിന്നെ ഏത് കാലത്തുമുള്ള ചാരിത്രിക പ്രാധാന്യമുള്ള ഈ 7 സഭകൾ ഇപ്പോൾ 1900 മുതൽ ലവോദിക്ക പീരീഡാണ്. അതിനു മുമ്പേ 6 പീരീഡുകൾ കഴിഞ്ഞുപോയി. അപ്പോൾ അതിൻ്റെതായ അർത്ഥമുണ്ട്. ഏത് കാലത്തും എവിടെയുമുള്ള സഭകളോടുള്ള ദൈവത്തിന്റെ ഇടപാട് ആന്തരികവും ആത്മീയവും സ്പർശനവുമായ ആ വിഷയങ്ങൾക്കുള്ളതായ ഒരു ഉത്തരമാണ്. അതിൻ്റെ 3-ാമത്തെ അർത്ഥം ഇരിക്കട്ടെ. അവിടെ യോഹന്നാനോട് കർത്താവ് പറയുന്ന 7 സഭകളുടെ സന്ദേശം നമ്മൾ വളരെ പഠിക്കണം. ഈ ഭൂമിയിലെ ഈ സഭകളൊക്കെ എങ്ങനെയൊക്കെയായിരിക്കുന്നു? 5 സഭകളോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ടിച്ചു വരാൻ. 2 സഭയോടെ ഉള്ളൂ മാനസാന്തരം ആവശ്യപ്പെടാഞ്ഞത്. ഈ 5 സഭകൾ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പാപികളാ മാനസാന്തരപ്പെടുന്ന? ഒരു നാളുമല്ല. പാപികൾക്ക് മാനസാന്തരം വേണം, ഉപരി വിശ്വാസികൾക്ക് മാനസാന്തരം വേണം. നിങ്ങൾ എഫേസോസ് സഭ മുതൽ അങ്ങോട്ടെടുത്തൊന്ന് വായിച്ചു നോക്കി. ഇവരോടൊക്കെ പറയുന്നത് എന്തോന്നോ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ, അല്ലെ വെള്ളയുടുപ്പ് നഷ്ടപ്പെട്ടു പോയി, നിന്റെ വെള്ളയുടുപ്പ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ലവോദിക്ക സഭ അതേ കർത്താവിനെ പുറത്താക്കി. വാതിലിന് പുറത്താ കർത്താവ്, അകത്ത് സഭയുണ്ട്. അതെന്താ സഭയെ? ഇന്ന് ആ സഭകളുടെ എണ്ണം കൂടി വരിക. കർത്താവ് പുറത്ത്, വിശ്വാസികളകത്ത്. അപ്പൊ അകത്ത് നിൽക്കുന്നതൊക്കെ മിടുക്കന്മാരാണ്, പുറത്ത് പോയോ മണ്ടനുമാണ്. കർത്താവ് ആക്ട് ചെയ്യുന്ന അങ്ങനെ. ആ ലവോദിക്ക സഭയുടെ ദൂത് പറഞ്ഞു വരുമ്പോൾ കർത്താവ് തന്നെയാ പറഞ്ഞത്, ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു. ഇനിയും ഒരു പോംവഴിയേ ഉള്ളൂ. സഭയെല്ലാം കൂടെ മാനസാന്തരപ്പെട്ട് എന്നെ അകത്ത് കൊണ്ടുവരികയില്ല. അങ്ങനെ ധരിക്കുന്നു. പലരും പറയുന്നുണ്ട്, ഒരു പെന്തക്കോസിനകത്തൊരു പെന്തക്കോസ് ഉണ്ടായെങ്കിൽ ഇതെല്ലാം അങ്ങ് ചെയ്യണമെന്ന്. നടക്കുകയില്ല കുഞ്ഞുങ്ങളെ. അവനവൻ ഗുണപ്പെട്ടവൻ പോകാൻ നോക്കിയോണേ. കർത്താവിനേക്കാൾ ഉത്തരവാദിത്വം എനിക്ക് പറയാൻ ഒക്കും. അപ്പോൾ അങ്ങനെ പറയേണ്ടുന്ന ഉത്തരവാദിത്വം യേശു ഒടുവിൽ എന്താ പറഞ്ഞത്? ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലത്തെ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു, നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധനെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അനീതി ഉള്ളവൻ അനീതി ചെയ്യട്ടെ. കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് വീണ്ടെടുത്ത തമ്പുരാൻ പറയുകയാണ്, ഇതിനെ എല്ലാം കൂടെ ഉരുട്ടിപ്പരട്ടി കൊണ്ടിയെല്ലാം ഒക്കത്തില്ല. പോയത് പോയി, ഗുണം പിടിച്ചതൊക്കെ ഗുണം പിടിച്ചോണം. ഇതിനകത്തുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാവരെയും നന്നാക്കിക്കുന്നു, അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. നന്നായവൻ നന്നായി പോകണം, അതെ, വഴി തെറ്റരുത്. ആകയാൽ നമുക്ക് ചെന്ന് പറ്റേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ അടുക്കലാണ്, നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ 5 സഭകൾ മാനസാന്തരപ്പെടണം. 2 സഭകളോടത് പറഞ്ഞില്ല. അതിൻ്റെ പശ്ചാത്തലം ഒന്നും എടുക്കാൻ ഒക്കുന്നത് ഗഹനമായ പ്രവചന വിഷയങ്ങളോട്ടുള്ള പ്രവേശനമാണ്. അതിൽ സഭാകാലയളവ് കഴിഞ്ഞു.
ലവോദിക്യ സഭയോടുകൂടെ സഭാ കാലയളവ് തീരുകയാണ്. നമ്മളിപ്പോൾ ലവോദിക്യ സഭ പീരീഡിലാണ് 1900 മുതലുള്ള കാലയളവ്. ഈ ലവോദിക്യ സഭ പീരീഡിനകത്തുള്ള സഭയുടെ ലക്ഷണം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരെങ്കിലും അങ്ങനെയാണോ എന്നൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത ഭർത്താവ് ദൂതെന്തുവാ സഭയോട്? നിന്നെ നോക്കിയിട്ട് നീ ഉഷ്ണവാനല്ല. എന്നാ പോട്ടെ, ശീതവാനാണോ? ശീതവാനല്ല. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേഗം പറഞ്ഞത്, ചൂടുവെള്ളമാണെങ്കിൽ അതിനൊരു സ്വാദുണ്ട്, തണുത്ത വെള്ളമാണെങ്കിൽ അതിനൊരു സ്വാദുണ്ട്, വാടൽ വെള്ളമാണെങ്കിൽ അതിനൊരു രുചിക്കേടുണ്ട്. ഈ അനുഭവത്തിലെ ആത്മീയം പാടേണ്ടി വന്നാൽ പാടും, ആടേണ്ടി വന്നാൽ ആടും, ചാടേണ്ടി വന്നാൽ ചാടും, ഉറങ്ങേണ്ടി വന്നാൽ ഉറങ്ങും. അത് വരണ്ടെന്ന് വെച്ചാൽ വരികയില്ല, വരണമെന്ന് തോന്നിയാൽ വരും. ഒരു നിഷ്ഠയില്ലാത്ത ആത്മീയ ജീവിതത്തിൻ്റെ കാലോചിതമായ പോക്കും കൊണ്ട് നടക്കുന്നവരോട് പറഞ്ഞ വാക്കാണെന്ന് ഓർത്തണേ. നീ ശീതവാനുമല്ല, ദുഷ്ടവാനുമല്ല, നീ കാര്യങ്ങൾ നീ ശീതോഷ്ണവനാകിയാൽ നിന്നെ എൻ്റെ വലതുഭാഗത്ത് വെച്ചേക്കുമെന്നല്ല, എൻ്റെ വായിൽ നിന്ന് വാടൽ വെള്ളം തുപ്പിക്കളയുന്നത് പോലെ, അരാജകത്വത്തിന്റെ മുൻപിൽ വാടവെള്ളം അതേ വിളിക്കളയുന്ന പോലെ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമണ്ണുകളെയും വിടുവിക്കാൻ ആരും ഉണ്ടാകത്തില്ല. ഇതെന്നെ കർത്താവ് രക്തം ചിന്തി വീണ്ടെടുത്ത സഭയോട് ആ ടെമ്പറിൽ കർത്താവിന് സംസാരിക്കാമെങ്കിൽ ഞാനതൊന്ന് എടുത്തു പറഞ്ഞെന്നല്ലേ ഉള്ളൂ, വേറെ വല്ലതും ഉത്തരവ് ഉണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ പറയുന്നു, പ്രവൃത്തികൾ നന്നായി. അവയെ നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ആത്മീയ തീഷ്ണതയുള്ളവരായി, വിശ്വാസ വീര്യമുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തിരുമുൻപിൽ കാണപ്പെടുവാൻ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് വരുന്ന അവസരത്തിൽ, ആ മിനിറ്റിലെന്ന് പറയാം, സഭ എങ്ങനെ ഇരിക്കണം. അപ്പോസ്തോലിക നിഗമനമല്ല, ഉപദേശത്തിനകത്ത് കർത്താവ് വരുന്ന നിമിഷം, കർത്താവ് വരുന്നതിന് മുമ്പ്, കർത്താവ് വന്ന ശേഷം, അന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ പഠിപ്പിക്കുന്നത്. ഒരു വാക്ക് വായിക്കാം. കർത്താവ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഇരിക്കണം? 1 Thessalonians 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം എടുത്ത് വായിച്ചാട്ടോ. 5:23. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. മനസ്സിലായോ? സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകുന്നു ആഗോള സഭയുടെ ശുദ്ധീകരണമാണെന്ന്. അങ്ങനെ ഇരിക്കണം, പക്ഷെ ഇതല്ല. ആഗോള സഭയുടെ ശുദ്ധീകരണമല്ല, പിന്നെ പ്രാദേശിക സഭയുടെ ശുദ്ധീകരണമല്ല, പിന്നെ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങളുള്ള മനുഷ്യന്റെ ആ ദേഹം എങ്ങനെ ഇരിക്കണം വരവെങ്കിൽ, ദേഹി എങ്ങനെ ഇരിക്കണം വരവെങ്കിൽ, ആത്മാവ് എങ്ങനെ ഇരിക്കണം വരവെങ്കിൽ, എടുക്കപ്പെടണമെങ്കിൽ ശുദ്ധീകരണം. ഇന്നലത്തെ വിഷയം മുഴുവനും അതായിരുന്നു. അടുത്ത വാക്ക് എന്താണെന്നറിയാമോ? എടുക്കപ്പെടണമെങ്കിൽ നിന്റെ ദേഹവും ദേഹിയും ആത്മാവും നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി കുറ്റം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധമായി കാണപ്പെടുന്നവർക്ക് ആ എടുക്കപ്പെടൽ ഓഹരി ഉണ്ടാകത്തുള്ളൂ. പണ്ട് ഞാൻ വിശുദ്ധനായിരുന്നു, ഇനി നാളെ ഞാൻ ആയേക്കാം, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇപ്പോൾ അവന്റെ ശബ്ദത്തെങ്കിൽ ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ ആ ശബ്ദധ്വനിയുടെ മുൻപാകെ ദേഹവും ദേഹിയും ആത്മാവിലും വിശുദ്ധരായിരിക്കുന്നവർ എടുക്കപ്പെടും, തിരുമുൻപിൽ കാണും. അത് സഭയുടെ ഉൾപ്രാവണം. സമയത്തു സഭ എങ്ങനെ ആയിരിക്കണം, അതാ അതിൻ്റെ ഉപദേശം. എന്നാൽ ദേഹം, ദേഹി, ആത്മാവെന്ന ആ വിഷയം എടുത്ത് പഠിപ്പിക്കുക പതിവുണ്ട്. പക്ഷേ ഇപ്പോൾ അതും വിശദീകരിച്ച് കൊണ്ടുപോകാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ വായിച്ച വാക്യത്തിലോട്ട് പ്രവേശിക്കുക. അങ്ങനെ സഭയുടെ എടുക്കപ്പെടൽ, യാഗം കഴിച്ച് എന്നോട് നിയമിച്ചവരെ എൻ്റെ അടുക്കൽ കൂട്ടുവാൻ പറയുന്നതായ ആ പിതൃ ശബ്ദം നമുക്ക് 4:1 കാണുന്നത് ഭൂമിയിലുള്ള വിശുദ്ധന്മാരുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ യോഹന്നാനോട് പറയാണ്, യോഹന്നാനെ ഇവിടെ കയറി വരിക. സഭാ കാലയളവ് കഴിഞ്ഞാൽ ഉടനെ നടക്കാൻ പോകുന്ന കാര്യമാണ്. അത് ഇന്നു രാത്രിയാണെങ്കിൽ ഇന്നു രാത്രി നടക്കും, അല്ലെ എപ്പോഴാണ് കർത്താവിൻ്റെ ഇഷ്ടം. അവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം മധ്യാകാശത്തൊന്ന് കേൾക്കും. ആ കേൾക്കുന്ന ശബ്ദത്തിന് മുൻപിൽ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾ എടുക്കപ്പെടും. അവർ വാനവിരിവിലേക്ക് പറന്നുയരും.
അത് നടക്കുന്നത്. ഇപ്പോൾ ഈ യോഹന്നാനെ സഭാ പ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കയറി വരിക എന്നുള്ള ആ വാക്ക്, പിതാവ് ഉത്തരവിടുന്നു യാഗം കഴിച്ചവരെ എൻ്റെ അടുക്കൽ കൂട്ടുവാൻ, പുത്രൻ ഉത്തരവിടുന്നു യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എഴുതുന്നു, ഇവിടെ കയറി വരുവീൻ, മേലാൽ സംഭവിപ്പാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മേലാൽ എന്ന് ഉദ്ദേശിക്കുന്നത് സഭ എടുക്കപ്പെട്ടതിനു ശേഷം ഈ ഭൂമിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 4 മുതൽ 22 വരെ 19-ാം അധ്യായം വരെ പ്രൊഫറ്റിക്കൽ സബ്ജക്റ്റിൽ കൂടെ നാളെ നടക്കാൻ പോകുന്നത് എന്താണ്, സഭ എടുക്കപ്പെട്ടതിനു ശേഷം. അതാണ് വെളിപ്പാട് പുസ്തകത്തിലെ മുഴുവൻ വിഷയങ്ങൾ. അപ്പം ആ നിലയിൽ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാമല്ലോ. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളോട് സ്വർഗത്തിൽ നിന്നുണ്ടാകുന്ന കർത്താവിൻ്റെ ശബ്ദമാണ്, എൻ്റെ പ്രിയ കാന്തേ ഇവിടെ കയറി വരിക. നമ്മൾ ഈ പാഴ്മരുഭൂമിയിൽ എന്നും കിടക്കേണ്ടി വരികയില്ല. ഈ നിന്ദകളും ആക്ഷേപങ്ങളും പ്രയാസ പ്രതിബന്ധങ്ങളും സഹിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്രയോ വിശുദ്ധന്മാരുണ്ട്. അവരെ ആ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിപ്പാൻ സ്വർഗീയ മണവാളൻ ഇറങ്ങി വരുമ്പോൾ ആ ശബ്ദത്തിന് മുൻപേ കോടാനുകോടി വിശുദ്ധന്മാർ വാനവിരിവിൽ പ്രാക്കളെ പോലെ പറന്നുയർന്ന് സ്വർഗത്തിലെത്തും. ഈ എടുക്കപ്പെടുന്നവർ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇടയ്ക്ക് ഞാൻ ചോദിച്ചു. അതിന് മറുപടിയും പറഞ്ഞു. എടുക്കപ്പെടുന്നവർ കർത്താവിൻ്റെ അടുക്കൽ ന്യായം തീർപ്പിൻ്റെ കോടതിയിലോട്ടാണ് പോകുന്നത്. അത് എൻ്റെ കാര്യവും ഒരു 7 കൊല്ലത്തെ പരിപാടിയുണ്ട്, അതവിടെ നടന്നോളൂ. അപ്പോൾ എടുക്കപ്പെട്ടതിന് ശേഷം സഭ കോടതി. പിന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി എന്താണെന്ന ഇന്നത്തെ ക്ലാസ്. കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്നതിന് ശേഷമുള്ള ഈ ലോകത്തിൻ്റെ കാലഗതികൾ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കടലിൻ്റെയും കരയുടെയും ജാതികളുടെയും രാഷ്ട്രങ്ങളുടെയും പ്രകൃതിയുടെയും ഒക്കെ നില എന്താണ് എന്നത് കഴിയുന്നിടത്തോളം എനിക്ക് ലഭിക്കുന്ന സമയത്തിനകത്ത് പറയാമെന്ന് പറയാം. അടുത്ത 2 രാത്രി അതിനേക്കാൾ അധികം അറിയേണ്ട കാര്യങ്ങൾ പിന്നെ നിൽക്കുക. അതുകൊണ്ട് ദൈവഹിതം പോലെ നടക്കട്ടെ. ഞാനതിന് തുടക്കമിടുന്നു. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നടമാടുന്ന സ്ഥിതിഗതികളെ വേദപുസ്തക പ്രവചനം വെച്ചുകൊണ്ട് തന്നെ തെളിയിക്കുന്നു ചില ഭാഗങ്ങൾ. അത് ഉള്ള അത്രയും. നിങ്ങൾ യെശയ്യാവിൻ്റെ പ്രവചനം വായിക്കുന്നവർ പെട്ടെന്ന് വാക്യമാണ് 13-ാം അധ്യായം 5 മുതലുള്ള വാക്യം നിർത്തി വായിക്കണം. കേൾക്കുന്നവർക്ക് അതങ്ങ് മനസ്സിലാക്കണം. വിശദീകരണത്തിന് സമയം കുറവാണ്, വായനയിലും കേൾക്കണം. വായിച്ചോട്ടെ. നിർത്തി വായിക്കണം. പഞ്ചവത്സര പദ്ധതികളായാലും ദശവത്സര പദ്ധതികളായാലും ഗവൺമെന്റ് പ്രോഗ്രാമിലായാലും UNOയുടെ പ്രോഗ്രാമിലായാലും രാഷ്ട്രങ്ങളുടെ എല്ലാ രാഷ്ട്ര തലവന്മാരുടെ നിഗമനത്തിൽ ഇതെല്ലാം നന്നാക്കാനാണ് അവർ പോകുന്നത്. എല്ലാ ഭരണകൂടങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് പിന്നെ എല്ലാം കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാമെന്നുള്ള മട്ടിലെ മോഹന വാഗ്ദാനങ്ങളാണ് ഈ ഇലക്ഷൻ്റെ കാലത്തൊക്കെ കേൾക്കണത്. എന്നാൽ പിന്നെ പാവങ്ങൾ അനുഭവിക്കുന്ന ദുരിതമൊന്നും ആരോടും പറയുകയും വേണ്ട. ആര് ഭരണത്തിലൂടെ മാറി വന്നാലും ഇത് ഗതി പിടിക്കാൻ പോകുന്നില്ല. പാപം അതിന്മേൽ നൃത്തം ചെയ്ത് ദൈവകോപത്തിൻ്റെ തീയിറക്കുന്ന മനുഷ്യ സ്വഭാവം ആ ഗതിയിലായതുകൊണ്ട് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് നന്നാകുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. ഞാൻ ഒരു സംഭവം ഉദാഹരണമായിട്ട് പറയാം. എല്ലാവരുടെയും ഭരണത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഇത്രയൊക്കെ ഉള്ളൂ. പണ്ടേ കാലത്ത് നമ്മുടെ നാട്ടിൽ അക്ഷരം പഠിപ്പിക്കുവാൻ പാണ്ടിയിൽ നിന്ന് ആശാന്മാരെ കൊണ്ടുവരും. അപ്പോൾ ഒരു കുടിപ്പള്ളക്കരമൊക്കെ കെട്ടി കുറച്ച് പിള്ളേരെയൊക്കെ വരുത്തി ഈ കുടിയാശന്മാരെ കൊണ്ടുവന്ന് ഓലയൊക്കെ കൊടുത്ത് ആ ഓലയ്ക്കകത്ത് അവരെഴുതി ഇങ്ങനെ പിള്ളേരെ പഠിപ്പിച്ചു വന്നു ഇവിടെ. അപ്പോൾ ഒരാശാൻ പാണ്ടിയിൽ നിന്ന് വന്നു, ഒരു പള്ളിക്കൂടം കെട്ടി പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കയിൽ ആശാൻ പിള്ളേർക്ക് എഴുതി കൊടുത്ത പാഠത്തിലെ 1-ാമത്തെ വാചകം, കുഞ്ഞുങ്ങളെ ഉണ്മതുക്ക് താൻ വന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല. പ്രസംഗത്തിൽ അങ്ങനെയൊക്കെ കാണും. ഇതിൻ്റെ ഉള്ള ഉദ്ദേശം പറഞ്ഞാൽ ഉണ്മതുക്ക് താൻ വന്നേ, എൻ്റെ കാര്യം നോക്കാൻ വേർപ്പെടുന്ന ഞാൻ വന്നത്. എല്ലാ പാഠം ഇത് തന്നെ. ഉണ്മതുക്ക് താൻ വന്നേൻ പിള്ളേർ പറഞ്ഞ് വീട്ടുകാർ കൂടെ അസഹ്യമായി. എന്താ ആശാൻ വന്ന കാര്യമേ ഉള്ളു പാഠം. എന്നാൽ പിള്ളേർ പഠിക്കേണ്ട ഒരു പാഠവുമില്ല. അപ്പോഴേ അധ്യാപകർ മാതാപിതാക്കൾ എല്ലാവരും കൂടി ഒരു സമൂഹം കൂടി തീരുമാനമുണ്ടാക്കി
ഈ ആശാൻ ഈ പാടമേ ഉള്ളെങ്കിൽ നമുക്കൊരു പുതിയ ആശാനെ പാണ്ഡ്യം കൊണ്ടുവരണം, ഈ ആശാനെ യാത്ര ചെയ്യിക്കണം. അങ്ങനെ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അങ്ങാർക്ക് അഡ്മിഷൻ ഫീസും പിന്നെ മാസവരിയും പിന്നെ മറ്റ് പല ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം പോയാലും കുഴപ്പമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ പോയേക്കാന്ന്. പാണ്ഡ്യ ചെന്ന് വേറൊരു ആശാനെ കൊണ്ടുപോകും. ആശാൻ കൊണ്ടുവന്നു അഹപ്പാടെ കുടിപ്പള്ളിക്കെട്ട് നോക്കി, ഇതാര് വെച്ചടാ പള്ളി, എന്തോന്നിന് കൊള്ളാം, ഇങ്ങനെയാണോ പള്ളിക്കൂടം വെക്കുന്നത്? അങ്ങനായി. പിന്നെ പിള്ളേരുടെ ഓലയെല്ലാം വാങ്ങിച്ചു. എന്തോ എഴുത്തായി ഇത്, എന്തോ പഠിപ്പിക്കാതെ, എന്തോന്നിന് കൊള്ളാം. അപ്പോൾ പിള്ളേർ പഠിപ്പിച്ചതെല്ലാം തെറ്റായി. അങ്ങനെ ഒരു പ്രസംഗവും കസർത്തും ഒക്കെ നടത്തി. ഒടുവിൽ പുതിയ ഓല കൊണ്ടുവരണം, എൻ്റെ പാഠം പഠിക്കാനെന്നായി. പിള്ളേരെല്ലാം പുതിയ ഓല കൊണ്ടുവന്നു. പുതിയ ഓലയ്ക്കകത്ത് ഈ ആശാൻ എഴുതി കൊടുത്തത്, ഉണ്മതുക്ക് താൻ വന്നേൻ അതുക്ക് താനേ ഞാനും വന്നേൻ. തമിഴിലാണ്. എന്നെ മുൻഗാമിയായ ആശാൻ ഉണ്ണാൻ വന്നെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചൊക്കെ പറഞ്ഞാലും ആ പുള്ളി അതിന് വന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒരു മാറ്റവുമില്ല, തത്വത്തിൽ ഞാൻ ഉണ്ണാൻ വന്നവനാണ്. എൻ്റെ പരിചയപ്പെടും ഇതേ ഉള്ളൂ. എല്ലാവരും പറയും ഇപ്പോൾ പൊന്നയാക്കി വരാം. ആ വന്നവൻ്റെ പിൻഗാമിയായി ഇത്, അതിൻ്റെ പിൻഗാമിയായി അടുത്തത്. നമുക്ക് ഇതുവരെ വലിയ ഗുണമൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടേ നല്ലത്, അവിടെ നിൽക്കട്ടെ. ആരിലും പ്രതീക്ഷിക്കരുത്. യേശു കർത്താവ് ഇവിടെ രാജാവാകുന്നത് വരെ ഈ ലോകം നീതി കാണുക. ഒരു രാത്രി ഒത്താൽ ഞാനിത് പറയാം. അപ്പൊ യേശു കർത്താവ് ഇവിടെ രാജാവായി ഭരണം നടത്തുന്ന ആ നീതിയാണ് ലോകം കണ്ടതിലേക്കും വലിയ നീതി. ആ നീതിயின் ഭരണകൂടം ഇവിടെ നടക്കും. അത് സൂക്ഷ്മമാണ്. ഈ കാലം ഒന്ന് കഴിയണം. ഇപ്പോൾ വായിച്ച വാക്യം, ദേശത്തെയൊക്കെ നശിപ്പിക്കേണ്ടതിന് ദൂരദേശത്തുനിന്ന് ആകാശത്തിന്റെ അറുതികൾക്ക് അപ്പുറത്തുനിന്ന് യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു. റഷ്യന്നോ അമേരിക്കയെന്നോ അല്ലെങ്കിൽ ഇന്ത്യയെന്നോ ചൈനയെന്നോ വരുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. യഹോവയായ ദൈവം അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും ആകാശങ്ങൾ അപ്പുറത്തു നിന്ന് വിനാശത്തിനായി നശിപ്പിക്കാൻ വരുന്നുവെന്നാണ് ആ പ്രവാചക ശബ്ദം. AD 740 ഇസ്രായേലിലെ യഹൂദ രാജവംശത്തിലെ ഒരു അംഗമായിരുന്ന ആ യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ ശക്തി അത്യന്തം വലുതാണ്. അപ്പോൾ ഉദ്ദേശിക്കണം, ഞാൻ ആ വാക്യം ആദ്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് അതിന്റെ ഉള്ളടക്കമായ ചില അത്യാവശ്യ കാര്യം പറഞ്ഞോളാം. അപ്പൊ 5-ാം വാക്യം 6 മുതൽ വായിച്ചാട്ടെ. ഈ ന്യായവിധിയുടെ കാലയളവിന് കൊടുത്തിരിക്കുന്ന പൊതുപേര് യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുന്നത്, അടുത്തിരിക്കുന്നു. പിന്നെ മുറയിടുവീൻ, സർവശക്തനായ ദൈവത്തിന്റെ പക്കൽ നിന്ന് സർവനാശത്തിനായി വരുന്ന ആ ദിവസത്തിന്റെ വിവരം ഓർത്താൽ മുറയിടുവീൻ. സന്തോഷിക്കാനല്ല പറഞ്ഞത്. ആ വരാൻ പോകും ദിവസങ്ങളുടെ ഭീകരത്വം ഓർത്ത് കരയുവാനാ പറഞ്ഞത്. മുറയിടുക. യാതൊരു സമാധാനത്തിനും വകയില്ല. അതുകൊണ്ട് ആ വാക്ക് അടുത്ത വാക്കും പേര്, അതുകൊണ്ട് സകല കൈകളും തകർന്നു പോകും. പിന്നെ സകല ഹൃദയം ഉരുകിപ്പോകും. അടുത്തത്, മനുഷ്യന് കിട്ടാൻ പോകുന്ന സമ്മാനം വേദനയും ദുഃഖവുമാണ്. അടുത്തത്, നെല്ലത്തിൽ ഒന്നുകൂടെ എടുത്തു വായിച്ച്, നോവുകെട്ട സ്ത്രീയെ പോലെ അവൾ വേദനപ്പെടും, അവർ അന്യോന്യം തുറച്ചു നോക്കും, ജ്വലിച്ച് കത്തി ജ്വലിച്ചിരിക്കും. പിന്നെ നോക്കിക്കൊണ്ട് എന്തിനുള്ള സംരംഭമാ? ദേശങ്ങളെ ശൂന്യമാക്കാനും പാപികളെ വെച്ച് പൊറിപ്പിക്കാനല്ല, പാപികളെ അതിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനും. പിന്നെ ആ 3 വാക്കൊന്ന് ഓർത്തി. അതിന്റെ ടെമ്പർ എത്ര വലുതാണ്. യഹോവയുടെ ദിവസം വരുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പക്ഷെ 3 വാക്ക് അവിടെ ഉച്ചരിച്ചിട്ടുണ്ട്. എങ്ങനെയാ വരുന്നത്? ക്രൂരമായിട്ട്, അത് മഹാക്രോധത്തോടെ. ആ കോപമെന്നല്ല, ആദികോപത്തോടെ. ഈ 3 വാക്കും ഒന്നിനൊന്നിന് ശക്തി കൂട്ടുന്നതല്ലേ, ന്യായവിധിയുടെ ആക്കം കൂട്ടുന്ന 3 വാക്കാ. കോപം, ക്രോധം, ആദികോപം. ആർക്ക്? ദൈവത്തിന്റെ ന്യായവിധിയുടെ കോപത്തിന്റെ ദിവസം അതിഭയങ്കരമാണ്. ആ ദിവസം മാറിക്കിട്ടിയവരാ നമ്മൾ ഓർത്തോണം കേട്ടോ. യോഹന്നാനെ പറയുമ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് അതെ നിങ്ങളെ വിടിവിക്കുന്നവൻ ആരെ എന്ന് ചോദിക്കും. വേദപുസ്തകത്തിലുണ്ട്, വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടിവിക്കുന്നവൻ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നുണ്ട്.
അപ്പോൾ ആ വാക്യം കൂടെ നോക്കുമ്പോൾ വരുവാനുള്ള കോപം എന്ന് പറയുന്നത് ശുദ്ധമായ ന്യായവിധിയുടെ ഭയാനകമായ ഭീകരമായ ഒരു അന്തരീക്ഷം ഈ ഭൂമിയിലെ സകല മനുഷ്യനെയും ബാധിക്കാൻ പോവുകയാണ്. രക്ഷിക്കപ്പെട്ട ജനമേ, നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി എത്ര വട്ടം ദൈവത്തെ സ്തുതിച്ചാൽ മതിയാകും. യാദൃച്ഛികമല്ല, ദൈവകൃപയാണ് ഈ കൃപയിലേക്ക് വരുവാൻ നമുക്കിടയായത്. അതുകൊണ്ട് ഈ 3 വാക്ക് വരാൻ പോകുന്ന ആകെക്കൂടെ മനോജാതിക്ക് വരുവാൻ പോകുന്ന അഭീകരമായ അന്തരീക്ഷമാണ് ഈ 3 വാക്കൂടെ പ്രതിപാദിക്കുന്നത്. അടുത്ത വാചകം വായിച്ചേ. അന്ന് നോക്കിക്കോണം, ജ്യോതിർഗോളം, ഭൂമി, കടല്, കര എല്ലാത്തിലും പിടിച്ച് കുലുക്കാൻ പോവാം. അന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും ആ ഒരു ദിവസം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. പൊടുന്നനവേ, നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചാൽ ഉണ്ടാകുന്ന ഗതികേടെന്താ? അതിനേക്കാൾ ഭയങ്കരമാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും വെളിച്ചം തരുന്ന ഗോളങ്ങളും പ്രകാശം തരത്തില്ല. പ്രകാശമില്ല എന്നല്ല, ഇങ്ങോട്ട് വിടത്തില്ല. മനുഷ്യന്റെ പാപം അതിഭയങ്കരമാണ്. അതിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി വന്നാൽ മനുഷ്യന് വേണ്ടുന്നതിനെല്ലാം ഒരു സ്റ്റോപ്പ് അവിടെ ഉണ്ടാകും. ദൈവം ചെയ്യുന്ന ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. അതെ, അടുത്ത മുമ്പോട്ട് വായിച്ചാട്ട്. ഈ സൂര്യബിംബം എന്ന് പറയുന്നത് ഉദയത്തിൽ തന്നെ അതെ ഇരുണ്ടുപോകും. അങ്ങനത്തെ ദിവസം വന്നാൽ എങ്ങനെ ഇരിക്കും? ഇമാജിൻ ഒന്നും ചെയ്യണ്ട. സകല തെളിവുകളൊക്കെ ഞാൻ ഇതിന്റെ പിന്നാലെ തരാം. അപ്പോ അടുത്ത വാക്ക് വായിച്ച്. ചന്ദ്രൻ പിന്നെ പ്രകാശിക്കില്ലെന്നുള്ള സയൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെയാ പറഞ്ഞു. പിന്നെ ചന്ദ്രൻ പ്രകാശിക്കത്തില്ല. അടുത്തത്, ഇതിന്റെ കാരണം നിങ്ങൾക്ക് അറിയണോ? ഈ സംഭവം ഭൂമിയിൽ നടക്കുവാൻ, പ്രകൃതി പിണങ്ങുവാൻ, ജ്യോതിർഗോളങ്ങൾ നിലയ്ക്കുവാൻ, പ്രകാശഗോളങ്ങൾ അത് ഇരുളുവാൻ കാരണം എന്താണ്? നമ്മൾ ശരിക്കും നോക്ക്. അടിവരയിട്ട് പഠിക്കേണ്ട ഒരു വാക്യമാണ്. ഇതാ പറഞ്ഞിരിക്കുന്നേ, ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ദൈവം ഇല്ലാതാക്കുമെന്ന്. ഉഗ്രന്മാരുടെ നിഗളത്തെ താഴ്ത്തിക്കളയും. വല്ലതൊക്കെ മനസ്സിൽ ഇരിപ്പുണ്ടോ? എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കാം, ഞാൻ നോക്കിയാൽ വല്ലതുമൊക്കെ നടക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വല്ലതും പുകഴ്ചയും അതേ മേന്മയും പറയാനുണ്ടോ? സകലത്തിന്മേലും വറുതി വരുത്തിക്കൊണ്ട് എല്ലാം അടിച്ച് നിരപ്പാക്കി ശൂന്യതയിലെത്തിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളാണ്. സംഭവിക്കുമോ? ഇന്ന് ലോകത്തെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ച് പഠിക്കുന്നതായ ശാസ്ത്രീയ വീക്ഷണം കുറച്ചുകൂടെ ഗഹനമായി നമ്മൾ എടുത്തു പറഞ്ഞാൽ ആശാവകമായ ഒരു ഭൂമിയുടെ ഭാവിയല്ല മനുഷ്യന്റെ പഠനത്തിൽ കൂടെ വെളിയിൽ കിട്ടുന്നത്. ഇവിടെ സൂര്യബിംബവും ചന്ദ്രനും നക്ഷത്ര രാശികളും എല്ലാം തന്നെ കൊടിയ ഇരുട്ടിലേക്ക് നീങ്ങുന്ന ഒരു രംഗം നമ്മളെ കാണിക്കുന്നു. അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. അന്നാളിൽ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓവർ തങ്കത്തെക്കാളും ദുർലഭമാക്കും. കൂടുതലും പുരുഷന്മാരുടെ സംഖ്യ തട്ടിപ്പോകും. ലോകത്തിലെ യുദ്ധങ്ങളായാലും മറ്റു പ്രശ്നങ്ങളായാലും ഏതിനും കൊണ്ടും എടുത്ത് പഠിച്ചാൽ ഏതു കാലത്തും അതുതന്നെയാണ് പുരുഷന്മാരുടെ സംഖ്യ. ഇവിടെയും പറയുന്നത് ഒരു പുരുഷനെ, ഒരു മനുഷ്യനെ തങ്കത്തെക്കാളും ഓവർ തങ്കത്തെക്കാളും ദുർലഭമാക്കും. പൊന്നും കൂമ്പാരം കണ്ടുകിട്ടും, പക്ഷെ ഒരു പുരുഷനെ കണ്ടുകിട്ടാനില്ലാതെ വരും. ആ കാലത്ത് നമ്മളിവിടെ ഉണ്ടെങ്കിൽ പോകാൻ നോക്കിക്കോണേ. ഇവിടെ കിടന്നാൽ ഒരു രക്ഷയുമില്ലേ, സമ്പാദ്യവുമില്ല, ആരോഗ്യവുമില്ല, ആയുസുമില്ലേ. വല്ല വിധേയനെയും മണ്ണാങ്കട്ടി ഇട്ടിച്ച് പോകാൻ നോക്കിക്കോണേ. ദൈവമക്കളോട് ഗുണദോഷവും പ്രബോധനവും കൂടാ പറയുന്നത്. വെള്ളത്തിൻ കൂമേള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിയ സുഖങ്ങൾ എന്നെ പാടിക്കാട്ടല്ലേ. ഓ വെള്ളത്തിൻ കൂമേള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിയ സുഖങ്ങൾ എന്നെ എതിരേൽക്കുക. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര മണ്ണ്
ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയോയില്ല ഞാൻ, ഈ മണ്ണെ ഓ യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. ഓ യെരൂശലേം ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനം മനോഹര നിന്നെ ഈ ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മനസ്സിലായല്ലോ, എല്ലാ പ്രകൃതിയെയും ബാധിക്കുന്നതാണ്, കരയും കടലിനെയും ബാധിക്കുന്നതാണ്, മനുഷ്യനെയും ജന്തുക്കളെയും ബാധിക്കുന്ന. അതെല്ലാം എടുത്തെടുത്ത് പറയും. അടുത്ത വായിച്ചേ. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഈ ഭൂഗോളം അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിമറിയും. ഇത് സിനിമാണെന്നും എല്ലാം വിചാരിക്കുന്നവരാണോ അവിടെ ഇരിക്കുന്നത്? ഒരു പന്ത് പറക്കുന്നത് പോലെ ഈ ഭൂഗോളം അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിമറിയും. ഇന്ന് അതൊന്നും മനുഷ്യന് അവിശ്വസനീയമല്ല. അതിന് വേറെ കാരണങ്ങളോട് തെളിവ് തരാനുണ്ട്. അടുത്ത വാചകം വായിച്ചേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആകപ്പാടെ ലോകത്തുള്ളതായി എല്ലാ ജനങ്ങളിലും എല്ലാ പ്രകൃതിയുടെ ഭാഗങ്ങളിലും അത്യുഗ്ര ന്യായവിധിയുടെ നാളുകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ഞാൻ മറ്റു വേദഭാഗങ്ങൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തതിന് ശേഷം ഞാൻ മറ്റു വേദഭാഗങ്ങളിലോട്ട് ഇതിന് സമാനമായ വ്യാഖ്യാന ശാസ്ത്രത്തിലോട്ട് പോകും. ഇപ്പോഴിവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ യഹോവയും അവൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങളും ആകാശത്തിൻ്റെ അറുതികൾക്ക് അപ്പുറത്തു നിന്ന് വരുന്നു, ഭൂതലത്തെ നശിപ്പിക്കുവാൻ, അഥവാ മനുഷ്യരാജ്യത്തെ നശിപ്പിക്കുവാൻ, പാപം ചെയ്യുന്ന മനുഷ്യന് തിരിച്ചടി കൊടുക്കുവാൻ, അഹങ്കാരികളും ഉഗ്രന്മാരും ഗർവിഷ്ഠന്മാരുമായ ആൾക്കാരെ ദൈവത്തിന്റെ ശിക്ഷ കൊണ്ട് അടിച്ചമർത്തുന്ന ദൈവ ന്യായവിധികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വേദപുസ്തകത്തിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗം തെളിയിച്ചിട്ട് ബാക്കി ഭാഗത്ത് പോകാം. ഈ ആകാശത്തിൻ്റെ അറുതികൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ കോപായുധങ്ങളുണ്ടോ? ദൈവത്തിൻ്റെ കോപായുധങ്ങളുണ്ടെങ്കിൽ ആയുധശാലയുണ്ടോ? ദൈവത്തിൻ്റെ കോപായുധങ്ങളുണ്ടെങ്കിൽ അത് ലോകത്ത് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാരകാവസ്ഥ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെയാണ് തെളിയിക്കാൻ പോകുന്നത്. ഇതൊക്കെ നന്നായി സമയം ഒരുപാട് വേണം. അല്ലെങ്കിൽ ഞെട്ടും പാലും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് പോകാനേ പറ്റുള്ളൂ. ഇത് പഠിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഒത്തിരി നമ്മൾ ഇത് തൊട്ട് തുടങ്ങിയിട്ടില്ല. ഏതായാലും ഞാനിതങ്ങോട്ട് തുടരട്ടെ. ദൈവത്തിന് ആയുധപ്പരയിലെ ആയുധങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ തെളിയിക്കാൻ പോകുന്നത്? ദൈവത്തിന് ആയുധപ്പരയുണ്ടോ? യിരെമ്യാ 50:25 എടുത്ത് വായിച്ചോട്ട് ഓരോന്നും അങ്ങോട്ട് പോകാം, സൂക്ഷിച്ച് നോക്കാമല്ലോ. ഇത് പിന്നെ വേണമെങ്കിൽ ഒരു ടേപ്പുണ്ടല്ലോ. വായിച്ചാട്ട് 50:25 യിരെമ്യാ. ഒന്നുകൂടെ വായിച്ചേ. യഹോവയായ ദൈവം തന്റെ ആയുധശാല തുറന്ന് തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ ഇതാ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആ വാക്യം പിടികിട്ടിയോ? ഇത്രയുമൊക്കെ ആയിട്ട് അരണ്ടും പേരുണ്ടും ഇരിക്കുക എന്നാൽ ഒരു സ്തോത്രം ചെയ്യാൻ വല്ലവന്റെ നാക്കി കയറുന്നു. ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ദൈവഭക്തി മാത്രമേ ഉള്ളൂ മാർഗം. അത് പറഞ്ഞിട്ട് തന്നിട്ട് പോലും ഒരു സ്തോത്രം പറയാൻ ഇതിനകത്താണില്ലാതെ പോയത്. എന്ത് കഷ്ടമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. എങ്ങനെ വരാനാ? ഇപ്പം വരാൻ പോകുന്നത് ഈ വീഴ്ച ഇന്ന് രാത്രി തന്നെ നടക്കുന്ന ലക്ഷണം അല്ലേ? പേടിക്കണ്ട, രക്ഷിക്കപ്പെട്ട ദൈവമക്കളൊന്നും ഇതിലകപ്പെടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന സമാധാനത്തിന് അങ്ങ് പോകും. പോകാൻ തടസ്സമൊന്നും ഉണ്ടാകില്ല. ദൈവത്തിന് കോപായുധമുണ്ടോ? ഉണ്ടെങ്കിൽ കോപായുധശാലയുണ്ടോ? ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ആയുധശാലയുണ്ട്. അതെന്തൊക്കെയാണ് നമ്മുടെ പിള്ളേർക്ക് വരെ ഇന്ന് കാര്യങ്ങൾ അറിയാം. ഈ ആയുധശാലയിലാണ് ആയുധം സൂക്ഷിക്കുന്നത്.
ആയുധമുണ്ടാക്കുന്നതിന് ചെലവാണ് ആയുധശാല. ദൈവമായതുകൊണ്ട് പൂട്ടും കെട്ടും ഇല്ലാത്തടത്തല്ല ഇത് കിടക്കുന്നത്. ദൈവവും തന്റെ ആയുധശാല സർവത്ര സജീവമാക്കി നിർത്തിയിരിക്കുകയാണ്. അതിന് പൂട്ടും കെട്ടുമുണ്ട്. യഹോവ തന്റെ ആയുധശാല തുറന്ന് തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ടുവരുന്നു. ഒരു ചെറിയ സ്വത്രം പറഞ്ഞോണ്ടിരുന്നു, അതൊരു പിന്നെ പറയേണ്ടി വരികയില്ലല്ലോ, ഇപ്പോഴല്ലേ പറയേണ്ടി. അപ്പൊ അത് നോക്കിക്കേ, കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആയുധശാലയിൽ ഈ ആയുധങ്ങൾ എന്തൊക്കെയാ സ്റ്റോക്ക് എന്നറിയണം. ആ സ്റ്റോക്കാ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. യോവിന്റെ പുസ്തകം 4000 കൊല്ലം മുമ്പ് 38 വാക്യം എടുത്തൊന്ന് വായിച്ചാട്ട്. യെഹെസ്കേൽ 38:22 എടുത്തോണ്ടാട്ട്. വായിച്ചു. ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം നീ ചെന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അപ്പോ ദൈവം ചോദിക്കുക യോബിനോട്, 4000 കൊല്ലം പഴക്കമുള്ള ക്വസ്റ്റ്യൻ. യോബേ, നീ കൽമഴയുടെ ഭണ്ഡാരത്തിലേക്ക് ചെന്നിട്ടുണ്ടോ? ഹിമത്തിന്റെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? അത് ഞാൻ എന്തിനു വെച്ചിരിക്കുക? കൽമഴയുടെ ഭണ്ഡാരം പോരും പടയുമുള്ള കഷ്ടകാലത്തേക്ക് ഞാൻ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് ഉപയോഗമുണ്ട്, വെറുതെ വെച്ചേക്കല്ല. അതിന് ഉപയോഗം വരാൻ പോവുക. തമ്പുരാന്റെ ആയുധശാലയിലെ ആയുധങ്ങളുടെ ആ വിവരം അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് യെഹെസ്കേൽ 38 അധ്യായത്തിന്റെ 22-23 വാക്യം വായിച്ചാട്ട്. 22-23 എണ്ണി നോക്കണേ. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. പിന്നെ ഞാൻ അവന്റെ മേലും പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെയുള്ള സകല പുരുഷാരത്തിന്റെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. 6 വിധ കോപായുധങ്ങൾ അവിടെ തന്നെയുണ്ട്. 2 മേളിൽ വായിച്ചു. ഇതിൽ ഒന്ന് മതി സകലവും കൂടെ തീർക്കാൻ. തമ്പുരാന്റെ ആയുധശാലയിൽ സ്റ്റോക്കിന് കുറവില്ല. സർവ്വതും അതിന്റെ ക്രമത്തിൽ വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ബട്ടണിൽ ഒരു ഞെക്കിയാൽ ഭൂതലം മുഴുവൻ നശിക്കാൻ അതിൽ ഒന്ന് മതി. മനുഷ്യന്റെ ബോംബുകൾ ഭൂതലത്തെ നശിപ്പിക്കുമെന്ന് പേടിക്കുന്നവരോട് ഞാൻ പറയുന്നു, അത് സാരമില്ല. അത് നിർവീര്യമാക്കാൻ കഴിയും. ആർക്കും നിർവീര്യമാക്കുവാൻ കഴിയാത്തതായ ദൈവത്തിന്റെ ആയുധത്തിന്റെ ശക്തി ഈ പ്രകൃതിയിൽ ദൈവം കാണിച്ചിരിക്കും മനുഷ്യനോട്. ആ നിലയിലുള്ള പെരുമാറ്റത്തിനുള്ള പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ സംശയിക്കൊന്നും വേണ്ട. അപ്പോൾ അവിടെ 6 വിധ കോപായുധങ്ങൾ നേരത്തെ ഉള്ളതും കൂടെ അതിന്റെ പരിഗണനയിൽ എടുക്കേണ്ടതാണ്. യെശയ്യാവിന്റെ പുസ്തകം 29 അധ്യായം 6 വാക്യം. യെശയ്യാ 30 വാക്യം എടുത്ത് വായിച്ചാട്ട് ആ ലിസ്റ്റം തയ്യാറാക്കാൻ. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ജഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി വരും. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? നിങ്ങൾ പേടിക്കാതെ. നമ്മൾ സ്വർഗത്തിൽ ചെന്നതിന് ശേഷം ഇവിടെ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്തിനു പേടിക്കാൻ? നമ്മൾ അവിടെ നിന്ന് കാണുമെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ നടക്കുന്നതിനകത്ത് നമ്മൾ കാണുകയില്ല. കാണാതിരിക്കാനായി പറയുന്നത്. വരാൻ പോകുന്ന ആളുകൾ അത്ര നല്ലതൊന്നുമല്ല. ഈ ഭൂമിയും അതിന്റെ പണികളും എല്ലാം തകർന്ന് തരിപ്പണമാകുന്നതുകൊണ്ട് ഇവിടെ അല്ല ലക്ഷ്യം വെക്കേണ്ടത്. വല്ലച്ചാതി ഇവിടുന്ന് കടക്കാൻ നോക്കൂ. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുക. ഇവിടെ യെശയ്യാവ് പറഞ്ഞ വാക്യം കുഞ്ഞെ ഒന്നുകൂടെ വായിച്ചേ. ഇടിമുഴക്കം, ഒരു ഇടിവെട്ടിയാൽ ഭൂതലം നടുങ്ങി കിടങ്ങി കീറി മാറുന്ന നിലയിൽ അത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. വെളിപ്പാടിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്ക് ഭൂകമ്പം. നമുക്കറിയാമല്ലോ. ഇതിൽ കുഞ്ഞെ നിർത്തിയെന്ന് പോയി. ഭൂകമ്പം എന്ന് പറയുന്നതിന്റെ ശക്തി ഇന്ന് അനുദിന ലോകം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തും അത് വരാൻ വളരെ സാധ്യതകളാണ് നിൽക്കുന്നത്. ലോകത്തിലേക്കും വലിയ കൊടുമുടിയേറുന്ന ഹിമാലയനും മറ്റുമൊക്കെ തൽസ്ഥാനത്തു നിന്ന് മാറിപ്പോകുന്ന ശാസ്ത്ര ഗവേഷണങ്ങളാൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയായാലും ഇന്ത്യയായാലും ലോകരാജ്യങ്ങളാലും ഭൂകമ്പത്തിന്റെ പിടിയിൽ വൻ നാശങ്ങൾ ഉണ്ടായിട്ടുള്ള പൂർവ്വചരിത്രങ്ങൾ വെച്ചുകൊണ്ട് അതിനേക്കാൾ മഹാനും ഭയങ്കരനുമായത് ഇനിയും വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭൂകമ്പത്തെക്കുറിച്ചില്ലാത്ത പേപ്പർ ഏതാ? ദിവസം ഏതാ? ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കൂടിപ്പെയ്ത്ത് വരാൻ പോവുകയാണ്. ആ ഒരു ഭൂകമ്പം എന്നൊക്കെ പറഞ്ഞാൽ അത് ചില പിടിച്ചോണ്ട് അടുത്ത ചില വാക്യം കൊണ്ട് വായിച്ചു ഞാൻ ബാക്കി പറയാം.
അപ്പോൾ അവിടെ ഭൂകമ്പത്തോടും മഹാനാദത്തോടും പിന്നെ ചുഴലിക്കാറ്റ് ലോകരാജ്യങ്ങളെ, അമേരിക്ക മുതൽ ലോകരാജ്യങ്ങളെ കടന്നാക്രമിക്കുന്ന ചുഴലിക്കാറ്റ് കൊണ്ട് ഒരാണ്ടിൽ ഇപ്പോൾ എന്തുമാത്രം അത് മനുഷ്യൻ പോകുന്നു, എന്തുമാത്രം വീടുകൾ നശിക്കുന്നു, എത്ര കോടാനുകോടികൾ നഷ്ടഭവിക്കുന്നു. എന്താ ചുഴലിക്കാറ്റ്? കൊടുങ്കാറ്റ്, ദഹിപ്പിക്കുന്ന അഗ്നിജ്വാല, പിന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ സന്ദർശന നിമിത്തം എടുക്കുന്ന കോപത്തിന്റെ ആയുധങ്ങളുടെ ലിസ്റ്റാണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ 9 കൂടി ഇതുകൂടെ കൂട്ട്. അപ്പൊ ഇപ്പൊ വായിച്ചുകൊണ്ടിരുന്ന വാക്ക് 29:6 30 എടുത്ത് വായിര്. യഹോവ തന്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലകളുമായി കൊടുങ്കാറ്റ്, മഴക്കോൾ, കന്മഴ എന്നിവയോടും കൂടെ ദൈവം തന്റെ കരത്തിന്റെ ഭുജത്തിന്റെ അവതരണം ലോകത്തെ കാണിക്കൂ. മനുഷ്യന്റെ അല്ലെങ്കിൽ ഫറവോന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഭരണത്തലവന്മാരുടെ കരത്തിനാണോ ബലം, ദൈവത്തിന്റെ കരത്തിനാണോ ബലം എന്നുള്ളത് അവൻ ലോകത്തെ കാണിക്കും. ദൈവമക്കളെങ്കിലും ദൈവത്തെ ഭയപ്പെടണേ. ഇതൊക്കെ അവിടെ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങോട്ടെടുത്ത് അതായിട്ടുള്ള വാക്യം വായിച്ച്. എന്തായി പറയുന്നു? യഹോവയുടെ മേഘനാദത്താൽ അശൂർ തറന്നു പോകും. അശൂർ എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ സിറിയയുടെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് അശൂർ ഒരു സാമ്രാജ്യമായിരുന്നു. അത് കഴിഞ്ഞാൽ ബാബിലോൺ വന്നത്. അപ്പോൾ അശൂർ സാമ്രാജ്യം, അശൂര് വലിയ ഗാംഭീര്യതയിലും ആഠ്യത്തിലുമൊക്കെ നിന്ന ഒരു രാജ്യമാണ്. അപ്പോൾ യെശയ്യാവ് പറയുകയാണ്, ദൈവത്തിന്റെ കോപാഗ്നിയാൽ അശൂർ തകർന്നു പോകും. പിന്നെ അടുത്ത വാക്ക് എന്തുവാ? അതെന്തോ അതിനർത്ഥം? ദൈവം തന്റെ വടി കൊണ്ട് അശൂരെന്ന് പറയുന്ന അവനെ അടിക്കും. അതൊരു വ്യക്തിത്വത്തിലോട്ട് വന്നു ചേർന്നു. അന്തിക്രിസ്തുവിന്റെ ഒരു പേര് അശൂർ രാജാവ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അവന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയിൽ ദൈവം തന്റെ ആയുധം അഥവാ വടികൊണ്ട് അവനെ അടിക്കും. അന്തിക്രിസ്തുവിന്റെ വിനാശത്തെ കുറിച്ച് പറയുന്ന ഭാഗം വന്നപ്പോൾ ഞാനിത് ഓർപ്പിച്ചതേ ഉള്ളൂ. അടുത്ത ഭാഗം വായിച്ചേ. യഹോവ അവനെ വിധി കൊണ്ടുകൊണ്ട് അടിക്കുന്ന ഓരോ അടിയുടെയും തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദസ്വരങ്ങൾ മുഴങ്ങത്തക്കവണ്ണം ഇവനെ അടിക്കുമ്പോൾ ഈ ശബ്ദം വെളിവരും. അതിന്റെ കാര്യം എന്താ? അതാ പറഞ്ഞ നിങ്ങൾക്കത് പിടികിട്ടാൻ ഇച്ചിരി പാടുണ്ട്. ഇവൻ ആരാ പുള്ളിയെന്നറിയോ? അന്തിക്രിസ്തു. യശൂർ രാജാവെന്നും ബാബിലോൺ രാജാവെന്നും ഒക്കെ ഉപായപുത്ര രാജാവെന്നും ഒക്കെ അവനെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെയുള്ള വാക്ക് ഇവിടെ വരുവാൻ കാരണം എന്താ? ദൈവം തന്റെ കോപത്തിന്റെ വടികൊണ്ട്, ന്യായവിധിയുടെ വടികൊണ്ട് ഈ അന്തിക്രിസ്തുവായി വരാൻ പോകുന്ന രാജാവിനെ അടിച്ച് ഒതുക്കുന്ന രംഗമാണ് ഇവിടെ വരുന്നത്. അതായിട്ട് വായിച്ചേ. അവൻ അവരോട് തകർത്തപടപെട്ടും. അടുത്തത്, ഒരു ദഹനസ്ഥലം പണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്, അതിന്റെ പേരാ നരകമെന്ന്. അടുത്തത്, അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. രാജാക്കന്മാരെന്നുള്ള ബഹുവചനമല്ല, അവിടെ രാജാവിനത് ഒരുക്കിയിരിക്കുന്നെന്നാ. ആ രാജാവ് ആര്? ദാനിയേൽ 23 പറഞ്ഞിരിക്കുന്ന ആ രാജാവാണ്. ഉഗ്രഭാവോ, അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്തെ ഉഗ്രഭാവ വായുബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. നേരം ഉണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചാൽ പിന്നെ ഇത്. അപ്പോൾ ആ രാജാവിന്റെ കാര്യം ഇവിടെ പറയുന്നു. ലൂസിഫേർ എന്ന് പറയുന്ന അവന്റെ സന്താനമാണ്. അവൻ പാടാൻ എണ്ണീച്ചു നിന്നാല് ലോറിക്കണക്കിന് ഇന്ന് പാട്ടുകാർ ഉപകരണം കൊണ്ടിരുന്നത് എല്ലാം ഒന്നും വെക്കുകയില്ല. എന്നാൽ ഇവൻ പാടാൻ അങ്ങോട്ട് എണ്ണീച്ചു നിന്ന് അങ്ങും ഇങ്ങുമൊക്കെ വിരലുമൊക്കെ തൊടുമ്പോൾ നാഗസ്വരത്തിൻ്റെയും ഓർഗണിൻ്റെയും ചെണ്ടയുടെയും സംഗീത ഉപകരണങ്ങളുടെ എല്ലാ ശബ്ദം അതാതിൻ്റെ നിലയിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കും.
യഹോവ അവനെ വിധി കൊണ്ടടിക്കുന്ന ഓരോ അടിയിലും കേൾക്കുന്ന ശബ്ദം തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദമാണ് പുറപ്പെടുന്നത്. അവനാണ് സംഗീത രാജാവ്. പ്രകൃതി പാടിയ പാർട്ടി പാടാം. അപ്പൊ അവനെ വെച്ചിട്ടുണ്ട് കർത്താവ്. അത്രയും ഓർക്കണേ, ഇതിന്റെയൊക്കെ കൂലി കൊടുക്കാതെ വിടത്തൊന്നുമില്ല. അടുത്ത വാക്കം വായിച്ചു കുഞ്ഞേ. അതിന്റെ ചിതയിൽ വളരെ തീയുണ്ട്. അടുത്തത്, യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. അടുത്തത്, അപ്പോൾ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഗന്ധക നദി പോലെ ഈ വലിയ വിശാലവും ആഴവും ഉള്ളതായ ഈ നരകം അത് കത്തുമ്പോൾ ഗന്ധക നദി ഒഴുകിച്ചെല്ലുന്ന പോലെ. ഗന്ധകത്തിന്റെ കത്തലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തോ കത്തലാണ്. അതിനകത്തോട്ടാണ് മാന്യന്മാരെ പിടിച്ചിട്ട് വേണമല്ലോ ഉദ്ഘാടനം നടക്കാൻ. പാലം കെട്ടിയത് തൊഴിലാളികളാണെങ്കിലും അതേ കോൺട്രാക്ട് വേറെയാണെങ്കിലും മാന്യന്മാർ ഉദ്ഘാടനം ചെയ്തിട്ട് പോകത്തില്ലേ? ഇതുപോലെ തന്നെ കണ്ടതിൽ ബെറ്റർ, ഉള്ളതിൽ ബെസ്റ്റ് ഇവനാണ് നരകം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ പുള്ളി. അവനെയാണ് ആദ്യം പിടിച്ച്, വെളിപ്പാട് 19 പറയുന്നുണ്ട്, ആ മൃഗത്തെയും കള്ളപ്രവാചനെയും പിടിച്ചു കെട്ടി തീക്കകത്തോട്ടാണ് ഇടുന്നത്. അതാ ഈ നരകം. ഈ അഗ്നി ഉണ്ടം അതാണ്. എപ്പോ നിൽക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ കോപായുധങ്ങളുടെ പട്ടിക 30-ാം വാക്യത്തിൽ വായിച്ച് തൊട്ട് കിടന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ കോപായുധങ്ങളുടെ പട്ടികയിൽ എന്തെല്ലാം ഉണ്ട്, അതിൽ ഒന്ന് പോരെ എല്ലാം തീർക്കാൻ. ഇനി നിങ്ങൾ അതിന് വായിക്കേണ്ടതായ അടുത്ത വാക്യം 32-ന്റെ 41-ാം വാക്യം ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ചേ. തമ്പുരാന്റെ ആയുധങ്ങൾ വിവിധ തരത്തിലുള്ളതാ. ഒന്ന് വായിച്ചേ. ഇത്രയൊക്കെ സമയം വേണോ? എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി, എൻ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. കണ്ടോ? ഇവിടെ എടുക്കുന്ന ആയുധം എന്തുവാ? ലേസർ രശ്മിയേക്കാൾ അപ്പുറത്തുള്ളതായത്. മോശ പറയുക, തമ്പുരാൻ എടുക്കുന്ന ആള് എൻ്റെ മിന്നലാം വാൾ, മിന്നൽ അഥവാ ഒരു ലേസർ പോലെയുള്ളൂ. ആ മിന്നലാം വാള് തേച്ച് മൂർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെന്തുവാ? എന്റെ മിന്നലാം വാൾ മൂർച്ചയാക്കി എന്റെ കൈ, ദൈവം പറയുന്നു, എന്റെ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ. ദൈവത്തിനെതിരായി നീങ്ങുന്ന തലമുറയെ, വ്യക്തികളെ, സമൂഹമേ, രാഷ്ട്രങ്ങളെ, അതിനെതിരായി ദൈവത്തിന്റെ കൈ അതേ നല്ല മേന്മയുള്ള ആയുധമായി വരുന്നു. മനുഷ്യന് ചിലപ്പോൾ കാണാൻ പോലും കാണുകയില്ല, അതിശക്തമായിരിക്കും. ദൈവത്തിന്റെ കോപായുധശാലയിലെ ആയുധങ്ങളുടെ പേരുവര പട്ടികയിൽ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളല്ലോ. ഇപ്പോൾ ധാരാളം അത് മതി, അതിൽ ഒന്ന് മതി. എന്നാൽ ഇതിപ്പോൾ ഒരുപാടായി കഴിഞ്ഞു. വളരെ പ്രാർത്ഥിക്കുകയും ദൈവമക്കൾ വളരെ ധ്യാനിക്കുകയും ദൈവമക്കൾ ബുദ്ധി ഉപദേശം കൈക്കൊള്ളുകയും വരവിനായിട്ടൊരുങ്ങി ന്യായവിധി ഒഴിഞ്ഞിരിപ്പാൻ നാം ദൈവസന്നിധിയിൽ ജാഗരൂകരായിരിക്കേണ്ടതാണ്. അതിന് ഈ കോപത്തിൽ നമ്മൾ വിടുവിച്ച ദൈവത്തിന് നന്ദിപൂർവ്വ സ്തോത്രം. ഇനി അടുത്ത ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു കാര്യകാരണ പ്രതിവാദം എന്നുള്ള നിലയിൽ അത് നമുക്ക് പിടികിട്ടണം. ദൈവം തമ്പുരാൻ ഈ വിധ കോപത്തിന്റെ ആയുധങ്ങൾ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിട്ട് മാറത്തുള്ളൂ. പൂർവ്വകാലങ്ങളിലെ കാര്യമാണ്. പൂർവ്വകാലങ്ങളിൽ ഈ പറഞ്ഞ ഈ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം പേര് കിട്ടിയല്ലോ. ആ ആയുധങ്ങൾ ദൈവം വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതിനത്തെ സ്റ്റോക്ക്. അപ്പോൾ അത് തെളിവായിട്ട് എടുക്കാൻ പോകും. നമുക്ക് 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 24, 25 വായിച്ചോണ്ടാട്ടെ. യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും മേൽ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തിന്റെ അറ്റത്തുനിന്ന് ഗന്ധകവും തീയും വർദ്ധിപ്പിച്ചു. അവിടെ ഈ ചരക്കുണ്ടെന്ന് നേരത്തെ വായിച്ചല്ലോ. അത് അവിടെ ഇറക്കി വിട്ടത് 4000 കൊല്ലം മുമ്പ് ചെയ്ത ഭൂതല മധ്യത്തിൽ കാണിച്ച നടപടിയാണ് ഈ ഗന്ധകവും തീ ഇറക്കിയത്. അത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, സംഭവിച്ച കാര്യമാണ്.
ദൈവത്തിന്റെ കോപായുധങ്ങൾ ഭൂതലത്തെ ന്യായം വിധിക്കുമോ? ആ ദുരസ്ത്രങ്ങൾ ഇവിടെ പതിക്കുമോ? മനുഷ്യനതിനാൽ ഭൂമിക്കും വിനാശം വരുമോ? അതിന് തെളിവ് തരിക. ഇനിയിപ്പോൾ വളരെ ചുരുക്കമായി നിന്ന് തെളിവുകൾ തരുന്നത് അത് ശ്രദ്ധിച്ചോണം, നിഷേധിക്കാനൊക്കത്തില്ല. അബ്രഹാം ജീവിച്ചിരുന്ന 4000 കൊല്ലം മുമ്പ്. ഭൂതലത്തിൻ്റെ മധ്യസ്ഥാനമാണ്. ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മധ്യമാണ്. യൂറോപ്പ് ഭൂഖണ്ഡത്തിനും ഏഷ്യ ഭൂഖണ്ഡത്തിനും ആഫ്രിക്ക ഭൂഖണ്ഡത്തിനും മധ്യത്തിലാണ് ഇതിൻ്റെ കിടപ്പ്. യെഹെസ്കേൽ 38 മറ്റ് വേദഭാഗങ്ങളിലും ഭൂമിയുടെ മധ്യസ്ഥാനത്താണ് ഇസ്രയേലിൻ്റെ സ്ഥിതി എന്ന് വ്യക്തമായി അത് ഘോഷിച്ചിട്ടുണ്ട്. ശരിയുമാണ്, ഭൂമിശാസ്ത്രം ഇല്ലാത്ത കാലത്ത് അതൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ പഠിച്ചു വരുമ്പോൾ അത് ശരി തന്നെയാണ്. അപ്പോൾ ഈ രാജ്യത്ത് അബ്രഹാം വന്നു പാർത്തു. ചേട്ടൻ്റെ മോനായ ലോത്ത് കൂടെ വന്നു പാർത്തു. ദൈവം വിളിച്ചുകൊണ്ട് വന്നവന് വലിയ പരാക്രാന്തമൊന്നുമില്ല, എന്നാൽ കൂടെ വന്നവന് ഭയങ്കര പരാക്രാന്തവും. എങ്ങനെയും കൈ കിട്ടി അത് അടിച്ചെടുത്തുകൊണ്ട് പോകണമെന്നുള്ളത് എന്തായാലും വേണ്ടിയില്ല. ഉപ്പാപ്പനും ആ ചേട്ടൻ്റെ മോനും കൂടെ അഭിപ്രായ വ്യത്യാസമായി. അഭിപ്രായ വ്യത്യാസം ആകുമ്പോൾ ഇന്നും ചില നടപടിക്രമങ്ങൾ ശ്രദ്ധിച്ചോണം നിങ്ങൾ. അഭിപ്രായ വ്യത്യാസം മനസ്സിലിരിക്കുന്നതല്ല പ്രകടനത്തിൽ വരുന്നത്. ഇവ 2 സഹോദരിമാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പപ്പി പറയത്തില്ല. അതിന് പകരം വേറെന്തെങ്കിലും എടുത്ത് മേളിൽ നിൽക്കുന്ന ആട്ടിൻകുട്ടിയോട്, അല്ല താഴെ നിന്ന് വെള്ളം കുടിക്കുന്ന ആട്ടിൻകുട്ടിയോട് നീ എന്തിനാടാ വെള്ളം കലക്കുന്നത്? മേളിൽ നിൽക്കുന്ന ചെന്നായിക്ക് ഇത് ചോദിച്ചിട്ട് കാര്യം എന്താ? ഉടക്കിടാൻ, ഉടക്കിന് വഴി ഉണ്ടാക്കുക. അങ്ങനെ പാപ്പനും മോനും കൂടെ ആടിനെ തീറ്റാൻ ആട്ടുകാരെല്ലാം കൂടെ പോയി. ഈ അബ്രഹാമിൻ്റെ ഇടയന്മാർ ആടുകളെയും കൊണ്ട് എവിടെ ചെന്നാലും യുവന്മാരെ മുമ്പിൽ കയറും. വെള്ളം കുടിക്കാൻ ചെന്നാൽ അബ്രഹാമിൻ്റെ ആടിനെ ഓടിച്ചു വിടും. അവരെ തീറ്റി പറിക്കാൻ തുടങ്ങിയാൽ അത് അവരെ തടഞ്ഞ് ഇവരെ ഓടിക്കും. ഈ അബ്രഹാമിൻ്റെ സ്വഭാവമാണ് ഇടയന്മാരുടെ സ്വഭാവം. അബ്രഹാം സമാധാനപ്രിയനായ, ഇടയന്മാർ സമാധാനപ്രിയരാണ്. എന്നാൽ ലോത്തിൻ്റെ പരിപാടി അതല്ല. മിക്കവാറും എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. അഭിപ്രായത്തിന് നിങ്ങൾ ഉപദേശമൊന്നും കൊടുക്കണ്ട. ലോത്തിൻ്റെ ഭാര്യ, ചില ഭാര്യമാർ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ബെസ്റ്റാണ്. അവരെ വല്ല അമേരിക്കയിലോ സെനറ്റിലോ വല്ലതും വിട്ടിരുന്നെങ്കിൽ വല്ലതും ഗുണമുണ്ട്. ബുദ്ധി പറഞ്ഞോളൂ ഇങ്ങനെയാണ്. അച്ഛാ, നമ്മുടെ വല്യപ്പന് അവറാച്ചാന് പിള്ളേരൊന്നുമില്ല, പുള്ളി പുകച്ചും കരിച്ചും എന്ന് പറഞ്ഞാൽ യാഗം ഇങ്ങനെ അവിടെ ഇരിക്കുക. നമുക്ക് പെൺപിള്ളേർ വളർന്നവരുണ്ട്. അരമനയുടെ മാതിരി കൊത്തിയ മൂലത്തൊണ്ട് പോലെ നല്ല പെൺപിള്ളേർ 2 എണ്ണം വളർന്നു വരുന്നുണ്ട്. അതുങ്ങളെ പറഞ്ഞു വിടാൻ വല്ലതും വേണ്ടേ? ഈ കൊച്ചപ്പൻ്റെ പുറകെ മാത്രം നടന്ന കാര്യം നടക്കുമോ? ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയാണ് ഈ ചോദിക്കുന്നത്? നമ്മൾ പുറകെ വന്നതല്ലേ, നമ്മളിപ്പോൾ എങ്ങനെ വീതം ചോദിക്കുന്നേ? ഏത് വീട്ടിൽ വീതം ഉണ്ടാക്കിയാലും സ്ത്രീ നോക്കിയാൽ മതി, ഏതവനെയും വീതം ചെയ്തു പോകും. എനിക്ക് ഒത്തിരി അനുഭവം അറിയാം. ഇവിടെ ഇരിക്കുന്നതൊക്കെ പ്രാക്കളാണ്, അത് ഞാൻ അവരെക്കുറിച്ചൊന്നും പറയത്തില്ല കേട്ടോ. നല്ല കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. അവിടെ വന്നു അബ്രഹാമും ഇടയന്മാരും കൂടെ. അപ്പം എങ്ങനെ പണിക്കുന്നത്? ഇടയന്മാരെ കൂട്ടിയടിപ്പിച്ചു. ഇന്നെല്ലാം നടക്കുന്ന ഇടയന്മാർ കൂട്ടിയടിച്ചിട്ട് വേണ്ടേ കാര്യങ്ങൾ നടക്കാൻ. വിശ്വാസികൾ നമ്മൾ അടിച്ചാൽ അത് സാരമില്ല, കുറച്ചു. മറ്റവരെ നമ്മൾ അടിപ്പിക്കാൻ വല്ലതൊക്കെ നടക്കും. അങ്ങനെ അവിടെയും പണി. ആദ്യത്തെ ടെക്നിക്ക് അതായിരുന്നു. ഇടയന്മാരെ തമ്മിൽ കൂട്ടിയടിപ്പിച്ചു. ഇവിടെ അബ്രഹാമിൻ്റെ വേലക്കാരൻ ആ ഇടയന്മാർ വന്ന ഏമാനെ ഇനി ആട് തീറ്റാൻ ഞങ്ങൾ വരത്തില്ല. അതന്നെ ഞങ്ങളിന്ന് പോയിടത്തെല്ലാം ഓടുകയായിരുന്നു. വെള്ളം കുടിപ്പിക്കുകയില്ല, തീറ്റി തിന്നിക്കുകയില്ല, ആടുകളെ നിർത്തുകയില്ല, പിന്നെ വിഷമം അങ്ങ് ഏറ്റോളാൻ പറഞ്ഞു. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതാ ഇവൻ്റെ പണി. അപ്പോൾ വിളിച്ചു, പഞ്ചായത്തിൽ കൊണ്ടൊരു കേസ് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേടത്ത് കൊടുക്കാമെന്നല്ല. ഇങ്ങോട്ട് വിളിച്ചു, എടാ സഹോദര, നിനക്ക് എവിടോട്ടാണ് വേണ്ടി? നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ടൊക്കെ മാറിക്കോളും. ദേശം നിൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞു. ലോത്തിയുടെ പണി വിജയിച്ചു. അങ്ങനെയാണ്, നിങ്ങൾക്കറിയില്ല, ഉൽപ്പത്തി 13 പറഞ്ഞിട്ടുണ്ട്. സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ കുറിച്ച് പറഞ്ഞത് ഏദൻ തോട്ടത്തെക്കാൾ മികച്ച പട്ടണമായിരുന്നു സോദോം ഗൊമോറ എന്നോ. അവിടെ എന്ത് മനോഹരമായ ഫലഭൂയിഷ്ടമായ ഒരു ദേശമാണത്. 400 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് സ്ഥലം, കുറച്ചൊന്നുമല്ല. അത് ചാവുകളിലായി കിടക്കുന്നത്. ഈ സ്ഥലത്ത് ദൈവം നമ്പുരാൻ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറക്കി
ദൈവസന്നിധിയിൽ നിന്ന് ആകാശത്തു നിറയ്ക്കുക തീയും ഗന്ധകവുമാണ് ഈ സോദോം ഗൊമോറയെ കത്തിച്ചിട്ടേക്കുക. ആ സ്ഥലമൊക്കെ പോയി കാണേണ്ടത്. അപ്പം കുറച്ചുകൂടി ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കും. ആ സ്ഥലത്ത് കത്തിച്ചിട്ട് സീ ലെവലിൽ നിന്ന് 1293 അടി താണാണ് ആ സ്ഥലം കിടക്കുന്നത്. ചാവുകടലിലെ വെള്ളം വന്ന് ഇതിനകത്തോട്ടാണ് വീഴുന്നത്. ഒരു പാമ്പോ ഒരു ജീവിയോ ഒരു തവളയോ ഒരു ജീവി തന്നെ ജീവിക്കത്തില്ല. കാരണം ഡെൻസിറ്റി അത്ര കൂടുതലാണ്. അതുകൊണ്ട് വെള്ളത്തിൽ നമ്മൾ എടുത്ത് ചാടിയാൽ താണു പോകത്തില്ല. വാഴപ്പണ്ടി പൊങ്ങിക്കിടക്കുന്നതിന് മോളിൽ കിടക്കത്തേ ഉള്ളൂ. ഇങ്ങനെ സോദോം ഗൊമോറയെ ചാവുകടലാക്കിയതാണ്. ഈ യോർദാനിൽ നിന്ന് വന്ന് വീഴുന്ന വെള്ളം ഇതിനകത്തോളം അതാ ചാവുകടൽ, ഉപ്പുകടൽ എന്നൊക്കെ പറയുന്നത് ആ ചാവുകടല. അവിടെ ദൈവത്തിൻ്റെ ന്യായവിധി നടന്നതാണ്. സൃഷ്ടിപരമായി ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ലത്. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങൾ പതിച്ചുണ്ടായ സോദോം ഗൊമോറ ഉപ്പുകടലായി ചാവുകടലായി പോയെങ്കിൽ ഇനിയും അത് ചെയ്യുവാൻ കഴിവുള്ളവൻ ഈ സാധനങ്ങളുടെ സ്റ്റോക്ക് അവിടെ ഉണ്ട്. അതിന് നിങ്ങൾ അവിശ്വസിക്കേണ്ട, അത് വിശ്വസിക്കാൻ തെളിവ് തരിക. ഇതൊക്കെ പരിപാടി നാഥൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ഓർത്ത് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ഒരു ദിവസം യഹോവയാ ദൈവവും ദൂതന്മാരും കൂടെ വന്ന് അബ്രഹാമിൻ്റെ വീട്ടിൽ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട്, അല്ലെങ്കിൽ എന്തുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ നിന്നു. ദൂതന്മാരെ സോദോം ഗൊമോറയായിട്ട് ഒത്തുനോക്കാൻ വിട്ടു. ഒത്തുനോക്കാൻ ചെയ്ത് ദൂതന്മാർ പഠിക്കാൻ ചെന്നപ്പോഴേ, ഗേറ്റിലും അവിടെ ചെന്നപ്പോഴേ പട്ടണത്തിലെ കാര്യം തീർപ്പുകാരനായി ഇരിപ്പുണ്ട് ലോത്ത്. പട്ടണം മേയറായിരിക്കും. അവിടെ ചെന്നു. അപ്പോഴിവരെ പിടികൂടാൻ വേണ്ടി നാട്ടുകാർ അടുത്തു. പറയാൻ കൊള്ളത്തില്ല. ഹോമോസെക്സ് എന്ന പാപം കുടിവാണത് ചരിത്രത്തിൽ സോദോം ഗൊമോറ. അത് എവിടെ വാഴുമോ വരുമോ തകർപ്പൻ ന്യായവിധി അതിൻ്റെ പുറകിലുണ്ട്. നിർദ്ദയം മഹാഭയങ്കര ന്യായവിധികൾ ലോകത്തിന് വരുവാൻ പര്യാപ്തമായ കാലം കഴിഞ്ഞു. അമേരിക്ക അതിനെ ലീഗലൈസ് ചെയ്തു. ഇവിടെയും കുറെ പേർ ലീഗലൈസ് ചെയ്യാൻ ഇരിപ്പുണ്ട്. അത് പാസ്സായാൻ തോന്നുന്നില്ല. ഏതായാലും ലോകമെമ്പാടും ഇതിൽ വളരെ പ്രസക്തി വന്നിരിക്കുകയാണ്. ആദ്യത്തെ കത്തലിന് കാരണമാക്കിയത് ഈ പാപം. ഇന്ന് നിങ്ങൾ അല്പം ചിന്തിക്കണേ. ഈ പാപം ഈ നാട്ടിലും സർവ്വനാട്ടിലും വന്ന് വ്യാപരിച്ചു കഴിഞ്ഞു. നിയന്ത്രിക്കാൻ വയ്യാത്ത നിലയിലായി കഴിഞ്ഞു. എന്തോ സമയമെടുത്തു, ന്യായവിധിയുടെ സമയമെടുത്തു എന്നല്ലാതെ അതിന് മറുപടി പറയുവാൻ എനിക്ക് വേറെ ഒന്നുമില്ല. അത്രമാത്രം വഷളായ ഒരു ലോകം. ഒരു കണക്കിന് ചെന്നവരുടെ മിടുക്കുകൊണ്ട് അകത്ത് കയറി. ലോകത്ത് വലിയ ഓഫറിങ്ങൊക്കെ അവരോട് പറയുന്നുണ്ട്. അത് പുസ്തകം വായിച്ചറിഞ്ഞാൽ മതി. അങ്ങനെയെന്നു നിനക്ക് വലിയവരുണ്ടെ കൊണ്ടിറങ്ങിക്കോണം, വേഗം ഇത് കത്തിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ നിയുക്ത മരുമക്കളായ 2 പേരുണ്ട്. കല്യാണം ഉറച്ചു വെച്ചേക്ക്, നടന്നില്ലെന്നേ. അപ്പോൾ പറഞ്ഞു വേഗം പൊയ്ക്കോണം, എവിടെങ്കിലും ഒരു സൗകര്യമില്ല, എക്സ്പ്രസ് ടെലഗ്രാമാണ്. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എടീ പോക്കടിയാ, ഇറങ്ങിക്കോ വേഗം. പിള്ളേരെ പുറകെ വിളിച്ചു. ഭാര്യ മുമ്പേ വരച്ചു ലോകത്ത്. അതിന് മുമ്പിൽ മരുമക്കളെ ചെന്ന് വിളിച്ചു. അവർ വിചാരിച്ചു ഇന്ന് രാവിലെ കണ്ടപ്പോൾ ഈ അപ്പൂപ്പൻ പറഞ്ഞതാണ് അടുത്ത 1000 ഏക്കറോട് നമുക്ക് എഴുതിക്കണമെന്ന്. ഇപ്പം പുള്ളി പറയുക ഇത് കത്താൻ പോകുന്നു. ഈ വട്ടൻ്റെ പുറമിൽ ആരാ കെട്ടുന്നേ? അവർ പോയില്ല. ഇവരുടെ പുറകെ. ഇവർ ഓടി കൂട്ടയോട്ടമായിരുന്നു. അവിടെ നിന്ന് സോവറിലോട്ടുള്ള വഴിയുടെ ഓട്ടത്തിൽ ലോത്തി അവിടെ നിൽപ്പുണ്ട്. 5 അടി പൊക്കമുണ്ട്. ഈ ചെവിയും മൂക്കുമൊക്കെ ഇച്ചിരി പോയിട്ടുണ്ടെന്നേ. ബാക്കിയൊക്കെ സ്റ്റഡി അവിടെ നിൽക്കണം. അപ്പം കർത്താവായ യേശു പറഞ്ഞു, അബ്രഹാമിൻ്റെ ഭാര്യ ഓർക്കാനായിരുന്നു പറയേണ്ടത്, പക്ഷെ അത് പറഞ്ഞില്ല. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. സഹോദരിമാരെ, അവിടെ സൗന്ദര്യം കൊണ്ടല്ല, കഴിവും പ്രാർത്ഥനയും ഭക്തിയും കൊണ്ടല്ല. ലോത്തിൻ്റെ ഭാര്യ പിന്മാറ്റക്കാരിക്ക് ഏറ്റവും മികച്ച മാതൃകയാണ്. എന്താണെന്നറിയാം? പാട്ടുമില്ല, പ്രാർത്ഥനയുമില്ല, ആരാധനയുമില്ല, കൂട്ടത്തിനും പോകത്തില്ല, യോഗത്തിനും പോകത്തില്ല. പിന്നെ വല്ലപ്പോഴും തല കാണിക്കാനൊന്ന് വന്നേക്കും. നിന്റെ ഈ മുറിഭക്തിയൊക്കെ മാറ്റി വെച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചൊരു ദൈവവൈദ്യരായി മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ നീ ദൈവത്തിന് ചെലവഴിക്കേണ്ട സമയം നീ ലോകത്തിന് നിമ്പത്തിന് പോയാൽ കത്തുന്ന ന്യായവിധിയിൽ വിടുവിപ്പാൻ ഒരു മനുഷ്യൻ ഭൂതലത്തിലുമില്ല, വേറെ എങ്ങും ഉണ്ടാകുക. ഇത് നടന്ന സംഭവമാണ്. ആ സ്ഥലം പോയി കണ്ടാൽ മതി. ആ സ്ഥലത്ത് ഈ ദൈവത്തിന്റെ തീ കത്തി വീണതായ ആ സ്ഥലമൊന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. ഇവിടുന്ന് ഒത്തിരി പേര് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ജോയിച്ചാനാണ് ഞങ്ങളൊക്കെ ഈ സ്ഥലം കാണിച്ചത്. നമ്മൾ ഒരുമിച്ച് അവിടെയൊക്കെ പോയതാണ്. ജോയിച്ചാൻ ഒത്തിരി ഗ്രൂപ്പ് കൊണ്ടുപോയതാണ്, ഞാനതിൽ ഒരു പ്രാവശ്യം പോയത്. ഇതൊക്കെ കണ്ടുപഠിച്ചത് എനിക്ക് ദൈവജനത്തിൽ ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും കുറേ കൂടെ അത് ശക്തമായി. അപ്പോൾ അവിടെ ഈ സ്ഥലം ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ആ വെള്ളത്തിലെടുത്ത് ചാടിയൊന്ന് കുളിച്ചാൽ മാരകമായ ഈ ത്വക്ക് രോഗങ്ങൾക്ക് പരിപൂർണ വിടുതലാണ്. അതിൻ്റെ കരയ്ക്കൊരു 6 മാസം താമസിച്ചാൽ കാസരോഗികളും മറ്റും മാറാത്ത പല രോഗങ്ങളും അവിടെ സൗഖ്യമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതും ഇരിക്കട്ടെ, ആ ഒരു സ്ഥലം ചരിത്ര സത്യമാണ്. എവിടെയുള്ളതിനേക്കാളും 5 ഇരട്ടി ഓക്സിജൻ ഇവിടെയുണ്ട്. അതാണ് അതിൻ്റെ കാരണം. വളരെ വിലപ്പെട്ട മൂല്യങ്ങൾ ഇതിനകത്തുണ്ട്. ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ 2000 കൊല്ലത്തേക്കുള്ള പൊട്ടാഷ ചാവുകളിൽ മാത്രമുണ്ട്. 20,000 കോടി ഇൻറ്റു 20,000 കോടി ഡോളറിന്റെ വിലപിടിപ്പുള്ള മൂല്യങ്ങൾ 60 കൊല്ലത്തിന് മുമ്പ് അതിനകത്തുണ്ടെന്ന് തെളിവായി. ഇപ്പൊ പിന്നെത്ര അന്നത്തെ വാല്യൂ. ഏതായാലും ആകട്ടെ, ദൈവം ന്യായം വിധിക്കുമോ? ലോകം കണ്ടതിലേക്ക് സുന്ദരമായ രാജ്യത്തെ യാതൊരു ചോദ്യവും ചെയ്യാതെ പാപികളെ നിർമൂലമാക്കുവാൻ, അതേ ദുഷ്ടന്മാരെ നിർമാർജനം ചെയ്യുവാൻ തമ്പുരാന്റെ കൈയിറങ്ങി ഒരൊറ്റ മനുഷ്യൻ രക്ഷപ്പെട്ടില്ല. അപ്പോഴേ നിങ്ങൾ ദൈവത്തെ, വചനത്തെ സംശയിക്കരുത്. ഇതെല്ലാം അതിൻ്റെ രേഖകളിൽ നമുക്ക് തന്നിരിക്കുക. ഇനിയും നിങ്ങൾ ദൈവം ന്യായം നടത്തിയിട്ടുണ്ടോ എന്നത് തെളിവാണ് ഞാനിപ്പോൾ തരുന്നത്. 9-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു. അട്ടപ്പം ഇത് സംഭവിച്ചു, ഇതിനി സംഭവിക്കാമോ എന്നൊരു തെളിവെടുക്കുകയാണ് ഇപ്പോഴേ. വായിച്ചേ. പിന്നെ യഹോവ മോശയോട് മിസ്രയീം ദേശത്തെല്ലായിടവും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും സകല സസ്യങ്ങളുടെ മേലും കൽമഴ വരുവാൻ പറഞ്ഞാൽ, കൽമഴ വരാൻ വെടിയൊന്നും പൊട്ടിക്കണ്ട. ആ ദൈവദാസന മോശയുടെ കൈ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ഈ നെല്ലിക്കാച്ചാ കഴിച്ചു വീഴുന്നത് പോലെ ഇനി പോരും. എന്തോ അതിൻ്റെ അർത്ഥം? പണ്ട് ഞാൻ കണ്ടു എൻ്റെ കൊച്ചിലെയൊക്കെ വരുന്ന ക്യാമറക്കാർ ഫോട്ടോ എടുക്കുമ്പോഴേ, ഇപ്പോഴേ ഒന്നുമില്ല, ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ അങ്ങ് മാനത്തെത്തിയതാണ്. അപ്പം അച്ഛത്തെ പഴയതാണ്. സൂക്ഷിക്കുന്നു, 1 2 3 ഇങ്ങനെ കൈയൊന്ന് വെക്കും, ഫോട്ടോയും വീഴും. എനിക്കറിയത്തില്ല എന്തോ സൂത്രം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ മോശയോട് പറയാം, നിന്റെ കൈ പൊക്കിയാ മതി, ഈ ആയുധങ്ങൾ നേരെ കീഴോട്ട് വരും. ദൈവദാസന്മാരെയും അനുസരിക്കുന്നതാണ് ആയിരിക്കുന്നത്. ആ കോപായുധങ്ങൾ തമ്പുരാൻ വിളിച്ച മോശയെ അനുസരിക്കുന്ന കൈ കാണുമ്പോൾ പോരുമെന്ന്. അതിന്റെ ഓപ്പറേഷൻ അത്രയേ ഉള്ളൂ. അടുത്ത വാക്യം വായിച്ചേ. മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി, അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു. പിന്നെ തീ ഭൂമിയിലേക്ക് പതുക്കെയല്ല പാഞ്ഞിറങ്ങി. അടുത്തത് മിസ്രയീം ദേശത്തെ കൽമഴ പെയ്ച്ചു. ഇങ്ങനെ കൽമഴയും കൽമഴയോടുകൂടെ ഇടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു. ചെറിയ തോതിലൊന്നുമല്ല, അതിന് മേളിൽ വാക്കുമില്ല. കൽമഴയും തീയും അതികഠിനമായിരുന്നു. അടുത്ത വാക്ക് വായിച്ചേ. ഇസ്രായേൽ ദേശത്ത് മനുഷ്യവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഒരു ചരിത്ര സംഭവമായി മാറി. അടുത്തത് ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും സകലത്തെയും കൽമഴ സംഹരിച്ചു. പട്ടാളം ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ കൽമഴ കാര്യങ്ങൾ ചെയ്തു. അടുത്തത് സകല സസ്യങ്ങളെയും നശിപ്പിച്ചു, വൃക്ഷത്തെ ഒക്കെയും തകർത്തു. പിന്നെ എന്താ ഈ ന്യായവിധി ഭൂമി നടക്കുമ്പോൾ സന്തോഷിക്കാൻ ഒരു കൂട്ടർക്ക് കഴിയുമോ? മിസ്രയീമിൽ ഈ ന്യായവിധി നടക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പാർത്തതായ ദേശത്ത് ഈ ന്യായവിധി ഉണ്ടായില്ല. കാരണം രക്തവളപ്പിനകത്തിരിക്കുന്ന ജനത്തിന് ന്യായവിധിയില്ല. കുഞ്ഞാടിന്റെ രക്തവളപ്പിലേക്ക് ജനമേ, നമുക്കൊരു സംരക്ഷണമുണ്ട്. നാം അത് വിശ്വസിച്ചേ മതിയാകൂ. കുഞ്ഞാടിന്റെ ചോരയാൽ മറയപ്പെട്ട ഇസ്രായേൽ പാർത്ത ദേശത്ത് ഒരു കൽമഴയും പെയ്തില്ല, ബാധയും വന്നില്ല.
ദൈവത്താൽ സുരക്ഷിത മേഖലയാണത്. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിന്റെ അയലത്ത് വരുന്ന ന്യായവിധിയിൽ നിന്ന് നിന്നെ വിടുവിച്ച് നിന്നെ സുഗന്ധമായി നല്ലൊരു പാതയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവമാണ് വിളിച്ചത്. ദൈവത്തെ ആരും അവിശ്വസിക്കരുത്. അവന്റെ പ്രവൃത്തി നീതിയുള്ളത് തന്നെയാണ്. അവൾ മിസ്രൈം ഈജിപ്തിൽ നടന്ന സംഭവമായി എഴുതിയേക്കുന്നത് അതൊരു 3500 വർഷത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ആ കൽമഴ കൊണ്ടുണ്ടായ സംഹാരം പറമ്പും മനുഷ്യനും മൃഗങ്ങളും അല്ല സകല സൃഷ്ടിയും അതിനാൽ വെന്തു നശിച്ചുപോയ ഒരു ചരിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു നടക്കുമോ? ദൈവത്തിന് വല്ലതും ചെയ്യാൻ കഴിയുമോ? പാപത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി അതിശക്തമാണെന്ന് വിശ്വസിക്കുന്നതിൽ അബദ്ധമില്ല. ഇത് ചരിത്ര സത്യമായി കരുതിക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ദൈവത്തിന്റെ ആയുധങ്ങൾ ഭൂതലത്തെയും മനുഷ്യനെയും മൃഗങ്ങളെയും ജന്തുക്കളെയും എല്ലാം സംഹരിക്കുന്നതാണ് എന്ന് ഇതിനാൽ തെളിവായി. ചരിത്ര സംഭവമായിട്ട് അതെടുക്കാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തെളിയിച്ചു തരാനുണ്ട്. അതിനുള്ള സമയമില്ല എന്ന് ഞാൻ തീർത്തങ്ങ് പറയാം. ഇനി 2 രാത്രിയേ ഉള്ളൂ. എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നു ഇതിനകത്ത് ബന്ധമായി ഇങ്ങനെ കണ്ടിന്യൂവേഷൻ എടുക്കാൻ. അതുകൊണ്ട് ഞാനിതൊന്ന് കുറയ്ക്കാൻ പോവുക. ഭാവി വല്ലതും നടക്കുമോ എന്ന് പറഞ്ഞാൽ ഇത് ദൈവം പറഞ്ഞതുപോലെ തന്റെ വചനപ്രകാരം ഈ ന്യായവിധികൾ മുൻകാലത്ത് സഹസ്രങ്ങൾക്കപ്പുറത്ത് നടന്നോ എന്നത് സത്യമായ രേഖയിൽ ഈ കാര്യം വെളിവായി. ഇനി ഭാവിയില്ലെന്ന് നടക്കും. നിശ്ചയമായി നടക്കും. ചിലതൊക്കെ നടക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. 8-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 5-6 വാക്യം ഒന്ന് വായിച്ചാട്ടോ. ഭൂകമ്പം ഉണ്ടായി. നിൽക്കട്ടെ, അത് പിന്നാലെ വരുന്ന. അപ്പോൾ ഇവിടെ ദൂതനെ മഹോദ്രവ കാലയളവിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. മോളെ എന്റെ 4-5 വാക്യം കൂടെ വായിച്ചേ. അവിടെ നിന്നായിട്ടും പിന്നെ എറിഞ്ഞു. ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഒരു ദൂതന് ചെയ്ത പ്രവൃത്തിയിൽ ഭൂമിയിൽ വന്ന പ്രത്യാഘാതങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 16-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാട്ട് അതിന് 3-ാം വാക്യം എടുത്തൊന്ന് വായിച്ച്. അതെ, വെച്ചിക്കാർക്ക് മീനൊക്കെ വളരെ ഇമ്പോർട്ടൻസാണ്. നല്ലതും. പക്ഷേ മീൻചത്തെ പോയിച്ച് കൊട്ടയും തലയെ കമത്തി വെച്ചുകൊണ്ട് വരികയുള്ളൂ. ആ കലശം ഒഴിച്ചു ഭൂതലത്തിലെ കടലാകെ മരിച്ചവന്റെ രക്തം പോലെയായി. ജീവനുള്ളതൊക്കെ ചത്തുപോയി. അഴോട്ട് വായിക്കുമ്പോൾ എല്ലാ സസ്യങ്ങളും വെന്തുപോയെന്നുണ്ട്. നമുക്ക് മനസ്സിലാകുമോ? ഈ മഹോദ്രവ കാലം എന്ന് വരാൻ പോകുന്ന ന്യായയുടെ കാലം വന്നാൽ കപ്പയും മീനും കൂടെ കേരളത്തെ രക്ഷിച്ചിട്ടുള്ളത്. ഒരു നേരം കപ്പയും മീനും കൂടെ തിന്നേച്ച് ചാകാനൊക്കത്തില്ല. കടലിലുള്ളതെല്ലാം ചത്തു, കരയ്ക്കുള്ളതെല്ലാം തീയിട്ട പോലെ എല്ലാം വെന്തുപോയി. ഇന്ന് സകലവിധ വസ്തുക്കളുടെ സമൃദ്ധി നിമിത്തമുള്ള കൂത്താട്ടമാണ് നടക്കുന്നത്. പട്ടിണി കൊണ്ടല്ല. ദൈവം തമ്പുരാൻ വല്ലതുമൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ തന്ന നമ്മുടെ കേരളത്തിൻ്റെ സമൃദ്ധിയുടെ കാലമായി. എന്നാൽ മുൻകാലങ്ങൾ അറിയാവുന്ന ഒരു ചിലർ കാണും ഇതിനകത്ത്. വരാൻ പോകുന്ന കാലങ്ങളെ സംബന്ധിച്ച് വേദോത്സവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സുഭിക്ഷതയെല്ലാം അപ്പുറത്തേക്ക് മറിയും. ദൈവമക്കൾ തന്റെ നിത്യഭവനത്തിലെത്തും. ശേഷിക്കുന്ന ലോകം ന്യായവിധിയുടെ പിടിയിലമരും. നമുക്ക് പ്രത്യാശയ്ക്കൊരു വകയുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം. ഇനിയും ആ 16 അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞേ. താഴെ എന്താണ് ഇത് തുടങ്ങിയില്ലേ? ഇനിയും സംശയമുണ്ടോ? കേരളത്തിൽ എത്ര സൂര്യതാപം വന്ന് ചത്തത്? ഇനി ഞാനത്തെ പത്രം ഞാൻ വായിച്ചാ പോകുന്നത് 3 എണ്ണം അന്ന് ചത്തിട്ടുണ്ട്. ദിവസവും ചാകുക. സൂര്യതാപം ഈ മണ്ണിൽ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. സൂര്യതാപം കൊണ്ടുള്ള മരണം
ഒരു ദിവസത്തെ ന്യൂസിൽ ഇന്ത്യയിൽ സൂര്യതാപം വന്ന് മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 500ഓളമായി. നമ്മുടെ നാടൊക്കെ എത്ര സമാധാനം. 10-48 ഡിഗ്രി ചൂട് നിന്ന് വെള്ളം വെയിലത്ത് വെച്ചാൽ തിളയ്ക്കുന്ന രൂപത്തിൽ ആ ചൂട് മനുഷ്യനിലോട്ട് ഇറങ്ങി വന്നാൽ വെന്ത് ചാകുകയല്ലാതെ കാച്ചിക്കാൻ പുഴുങ്ങി വെച്ചോണക്കിരിക്കും മനുഷ്യ ശരീരം. പേടി വല്ലതും വരുന്നു. ഇതിനാ പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് പൊക്കോളാം. ഇതിനാരംഭം ഇവിടെ ഇട്ടെന്ന്. ഇത് സംഭവിക്കുമെന്ന് ഇനി ആരും സംശയിക്കുമൊന്നും വേണ്ട. ശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നത് ഇത് വർദ്ധിക്കുകയല്ലാതെ കുറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ന്യായവിധിയുടെ ഭയാനകത ലോകത്തിന് വീട് കഴിഞ്ഞു. ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകാൻ ഈ പ്രകൃതിക്കോ ശാസ്ത്രജ്ഞന്മാർക്കോ സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് സുരക്ഷിതമായ ഒരു മേഖലയുണ്ട്. അതിൽ നമ്മെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം പറയണം. ഇതാ വരുവാനുള്ള കോപത്തിൽപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇത് ഈ സൂര്യൻ്റെ ചൂടും മറ്റുമൊക്കെ ഈ തരത്തിൽ വരുമ്പോൾ നമ്മളാരണ്ട് വിചാരിച്ചത് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? സൂര്യതാപം കൊണ്ട് ആ ചൂട് കൊണ്ട് മനുഷ്യനെ ചുടത്തക്ക നിലയിൽ ചൂട് വർദ്ധിക്കും. ഏതാണ്ടതായല്ലോ. ഇനിയും അതിൽ നിന്നും കാത്തിരിക്കണ്ടായല്ലോ. ഇതിൻ്റെ ഈ കൂടുതൽ വന്നാൽ താങ്ങാൻ നമുക്ക് ഒക്കത്തില്ല. ചൂട് ഭയങ്കരം. കുടിവെള്ളമില്ല. പ്രകൃതി ഉരുകുന്നു, കത്തി ഉരുകുന്നു. ആകെക്കൂടി ഒരു വല്ലാഴിക. അതേ വഴിയെ പോകുന്നവരെല്ലാം സൂര്യാഘാതം കൊണ്ട് അതേ കരിഞ്ഞും പുകഞ്ഞും തൊക്കും തൊലിയും ഒക്കെ പോകുന്നു. ഇത് വർദ്ധിച്ചു പോയാൽ എവിടെ ചെല്ലും? ഇത് വർദ്ധിക്കുകയുള്ളെന്നാണ് എല്ലാ നിഗമനങ്ങളും പറയുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്താൻ ഒരു സുരക്ഷിതമായ മേഖല ദൈവം തന്നിട്ടുള്ളത് ക്രിസ്തുയേശു മുഖാന്തരം. ആ പെട്ടകത്തിൽ അഭയം തേടിയ ജനം അനുഗ്രഹിക്കപ്പെട്ടവരും സുരക്ഷിതരുമാണ്. ആ പ്രത്യാശയുള്ളവർ ദൈവത്തിന് സ്തോത്രം. വല്ലതൊക്കെ നടക്കുമോ? ഭാവിയുടെ നാളുകളിൽ ഇവ വല്ലതും നടക്കുമോ? ഇതുവരെ നടന്നതിനേക്കാൾ ഭയാനകമായ ഭീകരമായ അന്തരീക്ഷമാണ് നാളെയുടെ നാളുകളിൽ വരാൻ പോകുന്നത്. ആരും മടുക്കരുത്. ആരും അതുകൊണ്ട് നിർവിചാരികളായിരിക്കരുത്. വെളിപ്പാട് പുസ്തകം 16:17 ഒടുവിൽ മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 16:17 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാൽ എന്തുവാ? ഏഴാമത്തൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് 7-ാം കലശം ഒഴിച്ചപ്പോൾ പറഞ്ഞു, കാര്യങ്ങൾ നിവൃത്തിയായി, സംഭവിച്ചു തീർന്നു. പിന്നെ അതിന്റെ ഫലമായി മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. അടുത്ത വായിച്ചേ. ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അടുത്തത്, മഹാനഗരങ്ങൾ 3 പാട്ടായി റബറിങ്ക പൊട്ടിത്തെറിച്ചു പോകുന്നത് പോലെ പോയി. ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അടുത്ത വാക്യം വായിച്ചേ. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. അത് എവിടെയും സംഭവിക്കാം. ജാതികളുടെ പട്ടണങ്ങൾ ആകപ്പാടെ ഈ ഭൂകമ്പത്താൽ വീണുപോയി, ചെതറി തകർന്നുപോയി. നിങ്ങൾ വിചാരിക്കുന്ന കൊച്ചിയൊക്കെ സുഖമാണ്. ഇവിടെ ഒരു 10 ഫ്ലാറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാശിൻ്റെ പൂരായിരുന്നു. അതിൻ്റെ പരക്കം പാച്ചില കുറേ പേര്. സ്വർഗത്തിപ്പം നേരമില്ലല്ലോ അല്ലേ? എന്നോട് വിരോധമൊന്നും തോന്നല്ലേ. എനിക്ക് നിങ്ങൾ 1000 ഫ്ലാറ്റ് വാങ്ങിച്ചാൽ അത്രയും സന്തോഷം. നമ്മുടെ സഹോദരന്മാരുടെ ഒന്ന് കയറിയിരിക്കാമല്ലോ, അനുവാദം ചോദിക്കാതെ. അത് വാങ്ങിച്ചോ. അതല്ല ഞാനീ പറഞ്ഞത്. ഇതൊക്കെ നിലനിൽക്കുമെന്ന് വിചാരിച്ച് വാങ്ങിക്കണ്ട. ഈ കാണുന്ന യാതൊന്നും നിലനിൽക്കത്തില്ല. ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരവുമില്ല. വിശ്വസിക്കുമോ? ഇതെല്ലാം കൂടെ വെച്ച് ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരവും മനുഷ്യനില്ല. ജാതികളുടെ പട്ടണങ്ങളൊക്കെ നിമിഷം കൊണ്ട് തകർന്നടിയും. ഗുജറാത്തിലെ ഭൂകമ്പത്തിന് മുമ്പും ഞാൻ ആ പ്രദേശത്ത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ സമയത്തും ഞാനിവിടെ പോയി. കണ്ട കാഴ്ച, അമ്പരചുമ്മിയായി നിന്ന കെട്ടിടങ്ങൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അത് എവിടോട്ടാണ് ഇറങ്ങിപ്പോയെന്നറിയാൻ വയ്യ. എന്തുവാ ഭൂമിയുടെ ആഴം? എന്താ ഭൂകമ്പത്തിൻ്റെ ശക്തി? നമ്മുടെ രാജ്യം കണ്ടതാണ്, പലയിടത്തും കണ്ടിട്ടുണ്ട്. വലിയ വലിയ ഉഗ്രമായ വലിയ വലിയ കെട്ടിടങ്ങളും മറ്റുമൊക്കെ പോയത് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയത്. ഇതിൻ്റെ നാളുകൾ ഇനിയും വർദ്ധിച്ചു വരിക.
മനുഷ്യന്റെ സമ്പാദ്യത്തിന്മേലും മനുഷ്യന്റെ കഴിവിന്മേലും മനുഷ്യന്റെ എല്ലാ അതേ ആധിപത്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ശക്തിയാണ് ദൈവം. നീ മുൻപേ അവന്റെ രാജ്യവും നീ അന്വേഷിച്ചോ, അത് മാത്രമേ ഉള്ളൂ മിച്ചം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ അധികം ദൈവത്തോട് അടുത്തു നിൽക്കുവാനാണ് നമ്മൾ ദൈവവചനം പഠിക്കേണ്ടത്. അതേ നമ്മുടെ പ്രവൃത്തികൾ നന്നാക്കുവാനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയിൽ കർത്താവിൻ്റെ അടുക്കൽ എത്തേണ്ടവർ നമുക്ക് സൂക്ഷിക്കാം. ഇവിടെ ഒന്നും നിലനിൽക്കുന്ന ഒരു നഗരവും നമുക്കില്ല. അന്നല്ലോ ആ ഭൂകമ്പത്തെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടായില്ലാത്ത തകർപ്പൻ ഭൂകമ്പം വരുന്നതേ ഉള്ളെന്നോ. മഹാനഗരങ്ങൾ 3 അംശമായി അറിയാമല്ലോ. പൊട്ടിപ്പിരിഞ്ഞാൽ അതിന്റെ 3 ഭാഗങ്ങൾ 3 അരി 3 ദിക്കിലോട്ടാണ് പോകുന്നത്. ഇതുപോലെ ഭൂതലത്തിന്റെ മഹാനഗരങ്ങളായ പട്ടണങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമ്പോൾ അത് കാണാൻ പോലും കാണത്തില്ല. ബാക്കി പിന്നെ പറഞ്ഞ വാക്കെന്തുവാ? ജാതികളുടെ പട്ടണങ്ങൾ, മഹാപട്ടണങ്ങൾ തന്നെ അതെല്ലാം വീണുപോയി. 10,000-10,000 കെട്ടിടങ്ങൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം തകർന്ന് തരിപ്പണമായി. എന്തോ ഇവിടെ ആശ്രയിക്കാനുള്ളത്? ഇവിടെ ആശ്രയിക്കാനുള്ളത് എന്താ? ഈ ഹൈവേക്ക് അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കെട്ടിടം ചാഞ്ഞ് നിൽപ്പുണ്ട്. ഒത്തിരി കൊല്ലമായതാ. അത് നോക്കാൻ ആരെ കൊണ്ട് നോക്കൂ? ആ കെട്ടിടത്തിലൂടെ അതിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്തെന്ന എന്നോട് ആരോട് പറഞ്ഞു. മനുഷ്യന്റെ ആശ നിരാശയാകുവാൻ എത്ര സെക്കൻഡ് വേണം? ഉണ്ടോ തോന്നുന്നു സകലത്തെയും വിട്ടുപിരിയാൻ എത്ര സെക്കൻഡ് വേണം? ദൈവമക്കളെ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ കർത്താവിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ദൈവം വല്ലതും തന്നത് തെറ്റല്ല. അതിൽ ദാനങ്ങളിൽ ആശ്രയിക്കരുത്, ദാതാവിനെ ആശ്രയിക്കണം മാത്രമേ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ എങ്ങനെയുണ്ട് ഭൂതലത്തിൽ നാളെ വരുന്ന നാളുകൾ? ഏതെല്ലാം സ്ഥിതിയാണ് ഇവിടെ നേരിടാൻ പോകുന്നത്? പ്രകൃതി ആഞ്ഞടിക്കും. പലതരങ്ങളിലും മനുഷ്യന്റെ ജീവിതം ദുസ്സഹമായി തീരും. അത് പ്രവചനങ്ങളാലും പുതിയ നിയമമായാലും ഒരുപോലെ പറയാം. നിങ്ങൾ യെശയ്യാവിൻ്റെ പുസ്തകം 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് പെട്ടെന്ന് വിടുകയെന്ന് നിവൃത്തിയുള്ളൂ. യെശയ്യാ 24:1 മുതൽ വേഗം വായിച്ചേ. യഹോവ ഭൂമിയെ നിർജ്ജനവും ജനരഹിതം ശൂന്യവുമാക്കി ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കും, ഇതിലെ നിവാസികളെ ചിതറിക്കും. പിന്നെ ഞാൻ അതെണ്ണി പഠിച്ചാട്ടെ. ഇതാർക്കൊക്കെ വരും? ജനത്തിന്, പുരോഹിതന്, ദാസന്, യജമാനന്, ദാസിക്ക്, യജമാനത്തിക്ക്, കൊള്ളുന്നവന്, വിൽക്കുന്നവന്, കടം കൊടുക്കുന്നവന്, കടം വാങ്ങുന്നവന്, പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും. ഈ 12 ഐറ്റത്തിൽപ്പെടാത്ത ആരെങ്കിലും ഉണ്ടേ കൈവക്കാട്ടോ. സൂക്ഷിച്ചേ കൈവക്കാവൂ. ഒന്നീ ലേമാൻ അല്ലെങ്കിൽ ദാസൻ, അല്ലെങ്കിൽ കടം കൊടുക്കുന്നവല്ലേ വാങ്ങുന്നവൻ, പലിശ കൊടുക്കുന്നവരെ പലിശ വാങ്ങുന്നവൻ, യജമാൻ അല്ലെങ്കിൽ ദാസൻ, ഇങ്ങനെ കാറ്റഗറി ഒക്കെ എടുത്ത് വെച്ച് പറയാം. പുരോഹിതനും ജനവും ഒക്കെ അയ്മേനിയും തിരുമേനിയും ആകെപ്പോക്കാം. എല്ലാവരും കൊണ്ടുപിടിച്ച് പറയാം. എല്ലാത്തിൻ്റെയും സ്ഥിതി അതിദാരുണമാണ്. ഒരു വിഭാഗം ആൾക്കാരും ഭൂമിയിൽ രക്ഷപ്പെടത്തില്ല. അക്കമിട്ട് പറഞ്ഞേച്ചാ പറഞ്ഞത്. സകലത്തിൻ്റെയും സ്ഥിതി അതിദാരുണമായ ഒരു രംഗത്തേക്ക് നീങ്ങുക. അടുത്ത വാക്യം വായിച്ചാട്ട്. ഭൂമി അശേഷം ജനരഹിതമാകും. അതിന് എന്തുവാ? കവർച്ചയായും പോകും. പിന്നെ ഇത് കേക്കെച്ചറിയാൻ പറഞ്ഞെന്നോ യെശയ്യാവ് പറഞ്ഞെന്നോ ഒന്നും ആരും നിഗമിക്കേണ്ട. യഹോവയല്ലോ ഈ വചനങ്ങൾ അരുളി ചെയ്തിരിക്കുന്ന. യഹോവ സായി ദൈവത്തെ കൊണ്ട് ആണയിട്ട് പറഞ്ഞു. അത് ഞങ്ങൾ എടുത്തു പറഞ്ഞെന്നേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. അടുത്ത വാക്ക് വായിച്ചേ. ഈ ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു. ഇപ്പം മിക്കവാറും ഭൂമി ദുഃഖിച്ച് വാടിക്കൊണ്ടിരിക്കുക. വെള്ളവുമില്ല, വിറകുമില്ല, മുമ്പോട്ട് നീങ്ങാൻ യാതൊരു കാര്യവുമില്ല. കാട്ടുമൃഗങ്ങൾക്ക് വെള്ളമില്ല, പാമ്പുമെല്ലാം കാട്ടിൽ നിന്നിറങ്ങി തണുപ്രദേശങ്ങളിലോട്ട് പോകുന്നെന്ന് ഈയിടെ നല്ല ലേഖനം ഞാൻ വിശദമായിട്ടുണ്ടായിരുന്നു. ജീവികൾക്ക് അവിടെ വസിക്കാൻ വയ്യ. അത് നടക്കേണ്ടത് ആരും ഇവിടെ നടക്കണമല്ലോ. കാട്ടുമൃഗങ്ങളെ കൊണ്ട് മനുഷ്യനെ തിന്നുകളവാൻ അധികാരം കൊടുക്കുന്ന ആ മഹോദരവകാലത്ത് കാട്ടുമൃഗങ്ങൾ വിഹരിച്ച് കാട്ടുമൃഗങ്ങളുടെ ആഹാരം മനുഷ്യനായിരിക്കും. വെളിപ്പാട് 6
നേരമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റി വായിക്കാത്തത്. അപ്പോൾ സ്ഥിതിഗതികൾ മോശമാണ്. ദൈവമക്കളെ, ഇവിടെ സ്ഥിരമായ ഒരു നഗരം നമുക്ക് ഇല്ലെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്ന ഈ പ്രവചന പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കും. അടുത്ത വാക്യം വായിച്ചേ. ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു. ഭൂമിയിലെ ഉന്നതന്മാരെന്ന് പറയുന്നവരാരാ? നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. അവര് ക്ഷീണിച്ചു. സമ്പാദ്യം കൊണ്ടും കെട്ടുപണി കൊണ്ടും അതേ മറ്റ് കരുത്ത് കൊണ്ടും എല്ലാം ക്ഷീണിച്ചു. ഒരു കൈ മുമ്പോട്ട് പോകില്ല. അടുത്ത വാക്യം വായിച്ചേ. എന്താ കാരണം? നേരത്തെ ഒരു കാരണം വായിച്ചു. ഭൂമി ഇതിനകത്തെ നിവാസികളാൽ മലിനമായി. ഭൂമിയെ മലിനമാക്കിയത് ആറ്റം ബോംബോ ഹൈഡ്രജൻ ബോംബോ അല്ല, ഇത് മലിനമായത് മനുഷ്യന്റെ പാപം നിമിത്തമാണെന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ കൂടുതൽ എന്നാ തെളിവ് വേണ്ടത്? അടുത്ത വാക്യം വായിച്ചേ. എന്തുവാ പാപം? ദൈവത്തിന്റെ നിലനിൽക്കുന്ന പ്രമാണമായ സത്യവചനത്തെ നിഷേധിച്ച തലമുറയാണിത്. അടുത്തത്, ചട്ടത്തെ മറിച്ചു, നിത്യ നിയമത്തിനെ ഭംഗം വരുത്തി. അതുകൊണ്ട് ഈ ഭൂമി ശാപഗ്രസ്തമായത് ഈ ന്യായവിധിയെല്ലാം ഉണ്ടാകാൻ കാരണം മനുഷ്യന്റെ പാപമാണ്. എന്താ സ്വത്രം പറയാതെ? നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറല്ലെന്നല്ലേ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം? സമ്മതിച്ചില്ലേൽ എന്താ? വരേണ്ടത് വരും, ഒന്നും ഒഴിഞ്ഞു മാർഗില്ല. അടുത്ത വാക്യം വായിച്ച കുഞ്ഞെ. ഈ ഭൂമി പാർക്കുന്ന ആരായാലും ശിക്ഷ അനുഭവിക്കും. അത് പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ്. അടുത്തത്, അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചു പോയി, ചുരുക്കം പേര് മാത്രമേ ഈ ഭൂമി മിച്ചം വരത്തുള്ളൂ. അതിനകത്ത് രക്ഷപ്പെടാനിരിക്കുകയായിരിക്കും നിങ്ങൾ. ചുരുക്കം പേരില്ല, വല്ലതും ഉണ്ടോ? ചുരുക്കം പേര് മാത്രം ഈ ഭൂതലത്തിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഇവിടെ മരണത്തിൻ്റെ സംഖ്യയൊക്കെ മനസ്സിലാക്കി വേണം ഇരിക്കാൻ. ഇവിടെ ഉണ്ടാകുന്ന ന്യായവിധിയാൽ മനുഷ്യരാശിക്ക് ഉണ്ടാകുന്നതായ മഹാനാശം കൊണ്ട് സംഭവിക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതും വളരെ അത്യാവശ്യം. കുറച്ചൊന്നുമല്ല, ഈ ന്യായവിധികളാൽ മാറ്റപ്പെടാൻ പോകുന്നത് കുറച്ചൊന്നും ആൾക്കാരല്ല. വെളിപ്പാട് 9:18 തോന്നുന്നു, വായിച്ചേ. വെളിപ്പാട് 9:18. വായിൽ നിന്ന് പുറപ്പെടുന്ന തീയ്, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ 700 കോടി പരമുള്ള ജനത്തിൽ നിന്ന് 1/3 പെട്ടെന്നങ്ങ് ടപ്പെന്നങ്ങ് പോയാൽ എത്ര കോടി പോയി? ഇപ്പം നിങ്ങളുടെ മണ്ടയിലെ കണക്കും കയറത്തില്ല. പോക്കടിയ മനുഷ്യസംഖ്യയുടെ 3 പോയെന്ന് പറഞ്ഞാൽ ഇതിന് കാരണങ്ങളുണ്ട്. പുക, തീയ്, ഗന്ധകം. മനുഷ്യൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള കാര്യമാണ്, ദൈവത്തിൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഇതൊക്കെ അടിച്ചു വീശിയാൽ നാശവിചാശങ്ങളിൽ കോടികളെ തട്ടിപ്പോകും. ന്യായവിധിയുടെ അറേഞ്ച്മെന്റ്സ് ഇങ്ങനെ കിടക്കുന്നത്. എൻ്റെ ക്രമീകരണങ്ങൾ ഇതെല്ലാം ഓരോ ഭാഗത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിന്മേൽ വിനാശകരമായ ന്യായവിധി വരുവാൻ പോകുന്നത്. യെശയ്യാ 13 അത് തന്നെ വായിച്ചു. ഓവൃത്തങ്കം കിട്ടിയാലും പൊന്നും കൂമ്പാരം കിട്ടിയാലും ഒരു പുരുഷനെ കണ്ടെത്താൻ കഴിയാത്ത കാലം വരുന്നു എന്ന് വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷിപ്പാൻ കയ്യിൽ വല്ലതും ചരക്കുണ്ടെങ്കിൽ അതൊക്കെ താഴ്ത്തി വെച്ചിട്ട് ജീവിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ച് എന്തെല്ലാം വന്നാൽ കർത്താവിൻ്റെ പിന്നാലെ ഞാൻ സന്തോഷമായി യാത്ര ചെയ്യുമെന്ന് ഉറച്ച തീരുമാനത്തോടെ പോകുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കും. അതുകൊണ്ട് വലിയൊരു സംഭവം, ന്യായവിധിയുടെ അതേ സംഭവങ്ങൾ മനുഷ്യജാതി ആഞ്ഞടിക്കുന്നു. ജനക്കോടികൾ അപ്രത്യക്ഷമാകും. തീ കൊണ്ടും ചൂട് കൊണ്ടും സൂര്യതാപം കൊണ്ടും മറ്റ് ന്യായവിധികൾ കൊണ്ടും മരിക്കുന്നവരുടെ സംഖ്യയൊന്നും ഇവിടെ തിട്ടപ്പെടുത്തിയിട്ടില്ല. ഭൂതലത്തിൽ ശവമെടുക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ന്യായവിധി ഉണ്ട് എന്ന് നിരവധി പ്രസ്താവനകളുണ്ട്. അപ്പോൾ അതിൽ ഇത് കൂടുതൽ പഠിക്കാനിടയായിരുന്നു ഓരോ പ്രവചനങ്ങൾ എടുത്തത് അങ്ങോട്ട് തെളിയിച്ചത്. അധികം വിശദീകരിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളെ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇതാണ് ഭൂതലത്തിലെ ജനസംഖ്യയുടെ അനുപാതത്തിൽ വരുന്ന സംഹാര താണ്ഡവം. അതിനാൽ മനുഷ്യസംഖ്യ വളരെ കുറഞ്ഞു പോകും. എല്ലാവരും
മനുഷ്യസംഖ്യ കുറയ്ക്കാനും ജനസംഖ്യ കുറയ്ക്കാനും ഇന്ന് പരക്കം പാച്ചൽ. 1 അല്ലേ 2 അല്ലേ ഒന്നും വേണ്ട എന്നുള്ള മട്ടിലായി ഇപ്പോഴത്തെ പോക്ക്. പക്ഷേ ആലോചിച്ച് നമുക്ക്, ജനസംഖ്യ കൂടുതലല്ല ന്യായവിധിയുടെ കാരണം പാപം കൂടിയതാണ്. അത് ദൈവത്തിന് പൊറുക്കാൻ വയ്യ. മഹാസംഭവങ്ങൾ മനുഷ്യൻ്റെ പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് നമുക്കിവിടെ നിന്നെല്ലാം പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി വെളിപ്പാട് 6 മുതൽ 12 അധ്യായങ്ങൾ കണ്ടിന്യൂസ് സബ്ജക്റ്റാണ്. ഇതിനോട് ചേർത്ത് പഠിപ്പിക്കേണ്ടത്. തമ്പുരാൻ്റെ കൃപയാൽ ഏറെക്കുറെ അറിയാം, ചെയ്യുകയും ചെയ്യാം. സമയമില്ലാത്തൊരു കുറ്റമേ ഉള്ളൂ. എന്നാൽ ഓരോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഓരോ ഭാഗങ്ങളിലൂടെ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ഇതങ്ങ് തീരുകയും ചെയ്യും. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം വരുമ്പോഴത്തേക്ക് ക്ലാസ്സും തീരും. പഠിച്ചു കഴിയുമ്പോഴേ നമുക്ക് വല്ലതും പഠിക്കാനുണ്ടെന്നൊരു തോന്നൽ വരും. എന്തുമാത്രം കാര്യം കടൽ പോലെ കിടക്കാം. അപ്പോൾ അതുണ്ട്. ഇനി വെളിപ്പാട് പുസ്തകം ഒരു വാക്യം കൂടെ വായിക്കും. ഞാൻ കൃത്യസമയം നിർത്തും, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇപ്പോൾ അത് വിശദീകരണമൊന്നും പറയില്ല. 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതലുള്ള വാക്യം വായിച്ചാട്ടെ. എനിക്കെന്നെ നിർമ്മളെ നിർത്തി വായിക്കേ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. അത് 17-ാം അധ്യായത്തിലെ ഭൂകമ്പം സമാനതയില്ലാത്ത ഭൂകമ്പം. ഇവിടുത്തെ ഭൂകമ്പവും അത് ഭയാനകമാണ്. അത് സമാനതയില്ലാത്ത വലിയ ഭൂകമ്പം എന്നാണ്. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത വാക്യം വായിക്കേ. ഭൂമിയിലാണ് ഭൂകമ്പം ഉണ്ടായത്. 9,30,00,000 മൈൽ അകലെ നിൽക്കുന്ന സൂര്യനിലാണ് പ്രത്യാഘാതം കണ്ടത്. സൂര്യൻ എന്താ പറ്റി? കരിമ്പടം പോലെ സൂര്യൻ കറുത്തു. അമേരിക്കയുടെ സ്കൈലാബ് സമയത്തിന് മുമ്പേ ഭൂമിയിൽ പതിക്കും എന്ന് വന്നപ്പോൾ അവരതിനെക്കുറിച്ചുള്ള പഠനം നടത്തി ഈ സൂര്യൻ്റെ ഫോട്ടോ എടുത്ത്, 70കളുടെ ആരംഭമാണെന്ന് എൻ്റെ ഓർമ്മ, എടുത്ത് ഇത് മനോരമ പത്രത്തെ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് നാളെയുടെ സൂര്യൻ. ആ സൂര്യന് വരാൻ പോകുന്ന മാറ്റം, ഈ സ്കൈലാബ് നേരത്തെ പോരാൻ കാരണമെന്തെന്ന് അവർ റിസർച്ച് ചെയ്തു. സൂര്യനിലെ അത്യുഗ്രമായ ചൂടാണ് ആ സ്കൈലാബ് സമയത്തിന് മുമ്പ് ഭൂമിയിൽ പതിച്ചത് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആശാവഹമായ നിലയിൽ ഭൂമിക്ക്, മനുഷ്യജാതിക്ക് ഒരു സ്ഥിരം അമ്മാവനായിരിക്കുന്ന സൂര്യന് അവരിങ്ങനെ എഴുതി, ഇത് നിത്യമല്ല, ഇത് താൽക്കാലികമാണ്. സൂര്യന്റെ വിറകുവരയിൽ ഇന്ധനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇത് കരി പോലെ കറക്കുന്ന നാളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. സൂര്യൻ നിത്യമല്ല. ശാസ്ത്രം സമ്മതിച്ചു വന്ന കാര്യം. വേദപുസ്തകത്തിന്റെ ആദ്യന്ത ഭാഗങ്ങൾ അനേക ജയപതി ഒന്ന് വായിച്ചില്ലേ? സൂര്യൻ കരിമ്പടമായി, സൂര്യപ്രകാശം, ജ്യോതിർഗോളങ്ങൾ മൊത്തം പോയെന്നല്ലേ ഇവിടെ കാണിച്ചത്. പുതിയ നിയമത്തിൽ ഒരു വാക്യം, കർത്താവായ യേശു മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ അധ്യായങ്ങളിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ കരിമ്പിടം പോലെ കറക്കും, പ്രകാശം നിന്നുപോകുമെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയെല്ലാം സമയക്കുറവുണ്ടായി. ഈ അധ്യായം ഞാൻ പറഞ്ഞല്ലോ, വാക്യങ്ങൾ വായിപ്പിക്കാത്തത്. അപ്പൊ ഇത് നിലനിൽക്കുന്നതല്ല, ഇതൊരു താൽക്കാലിക ക്രമീകരണമാണ്. അത് പോക്കാം. യെശയ്യാവിന്റെ തിരുവെഴുത്തിൽ നമ്മുടെ പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിനോട് വായിക്കേണ്ടത് നേരമില്ല. 19 വായിച്ചേ. ആകാശത്ത് അത്ഭുതങ്ങൾ, ഭൂമിയിൽ അടയാളങ്ങൾ കാണിക്കും. അടുത്തത് രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരും മുമ്പ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും. യെശയ്യാവ് പറഞ്ഞിട്ടുണ്ട്, യോവേൽ പറഞ്ഞിട്ടുണ്ട്, യെഹെസ്കേൽ പറഞ്ഞിട്ടുണ്ട്, അത് വെളിപ്പാടിൽ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തൊരു നിത്യം നമുക്കുണ്ട്. ദൈവമക്കൾ ആശ്രയിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും വരുവാൻ പോകുന്ന പ്രത്യാശ, ഇതൊന്നും സ്ഥിരമല്ല. അപ്പോൾ വെളിപ്പാട് പുസ്തകം ഈ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സൂര്യൻ കരിമ്പടം പോലെ കറക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ,
സൂര്യഗതി നിന്നു പോയാൽ ഭൂമിക്ക് എന്തോ ഭവിക്കും? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. സൂര്യനങ്ങ് നിന്നെന്ന് ഇപ്പം അങ്ങ് സങ്കല്പിക്കാം, നിൽക്കും. അപ്പം പിന്നെ ഇവിടെ എന്തോ സംഭവിക്കും? ഈ പ്രകൃതി നിശ്ചലമാകും. സൂര്യൻ്റെ ഊർജം കൊണ്ടായിരുന്നു ഈ പ്രകൃതി നിൽക്കുന്നത്. സൂര്യൻ്റെ ഊർജം സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ നാട്ടിൽ എന്തോ വരും? ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ പാസ്സാകണമെങ്കിൽ എന്താ കൊടുക്കണം? സൗരോർജത്തിൻ്റെ അറിയത്തില്ലേ? സൗരോർജം എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തോണം. സൂര്യൻ ഇല്ലാതെ വന്നാൽ സൗരോർജം എവിടെ നിന്നെടുക്കും? കാശ് കളയാം, ചെയ്തു. ഇത് മനസ്സിലാക്കിയേച്ച് വേണം. ഇത് നിലനിൽക്കത്തില്ല. ഈ സൂര്യൻ്റെ ഊർജത്തിന് സമാപ്തി വരും എന്നത് വ്യക്തമല്ലേ? എത്ര വേദവാക്യം നേരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രവചനങ്ങളിൽ നെടുക അങ്ങ് വായിച്ചേനെ. സൂര്യൻ നിൽക്കും, ചന്ദ്രൻ നിൽക്കും, പ്രകൃതി സ്റ്റോപ്പാകും, അത്യുഗ്രമായ ന്യായവിധി ഭൂമിമേൽ വരുമ്പോൾ മനുഷ്യജാതി എന്തു ചെയ്യും? എന്താ ചെയ്യാൻ പോകുന്നത്? മലാഖി 4:1 പറയുന്ന പോലെ എന്താ അവിടെ പറയുന്നത്? കാണാതെ എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാ. ഒന്ന് വായിച്ചേ വാക്യം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു, സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താഴടിയാകും. വരുവാനുള്ള ആ ദിവസത്തിൽ ശേഷിപ്പിക്കാതെ കത്തിക്കും. ദുഷ്ടതയും ദുഷ്ടന്മാരും പാപവും പാപത്തിന്റെ വഴികളെയും നിശേഷം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ നടക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. താഴോട്ട് വായിക്കട്ടെ. 6:12 താഴോട്ട് വായിച്ചേ. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീരും. അത്തിവൃക്ഷം കുലുങ്ങിയിട്ട് കായ്കൾ ഉതിർക്കും പോലെ നക്ഷത്രമുള്ളതിന് തിരുത്തുണ്ട്. ആകാശത്തിലെ ഗ്രഹങ്ങൾ പൊട്ടിത്തെറിച്ച് ഉൽക്കകൾ ഭൂമിയിൽ വീണ് മഴ പോലെയാകുമെന്നോ. ഒരു നിവാസവും ഒരിടത്തും ഉണ്ടാകാൻ പറ്റത്തില്ല, അതത്ര ഭയാനകമാണ്. അടുത്ത ഭാഗം വായിച്ചേ. പുസ്തകം ചെയ്ത് ഉരുട്ടും പോലെ ആകാശം, നിലവിൽ നമ്മൾ കാണുന്ന ഈ ആകാശമുണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും മാത്രമല്ല, ആകാശം മാറിപ്പോകും. എല്ലാ മലയും എല്ലാ ദ്വീപും സ്വസ്ഥാനത്തുനിന്ന് ഇളകി മാറും. പിന്നെ യെസ് തൊട്ടാതവണ്ണവും. അടുത്തത്, അവരുടെ മഹാകോപ ദിവസം വന്നല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും? രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും ധനവാന്മാർക്കും മഹത്തുക്കൾക്കും ഒന്നും നിൽക്കാനൊക്കുകയില്ല. ഭൂമിയുടെ ഒളിവിടങ്ങളിൽ ഒളിച്ചുകൊണ്ട് ഇത് ദൈവകോപമാണ്, കുഞ്ഞാടിന്റെ കോപമാണെന്ന് അവർ വിളിച്ചു പറയും. പക്ഷേ മാനസാന്തരത്തിന് അവസരം ലഭിക്കത്തില്ല. ഇന്ന് ദൈവമക്കളെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷത്തിനും പ്രത്യാശയ്ക്കുമായി സ്തോത്രം ചെയ്യും. ഞാൻ ഇതിനൊക്കെ തെളിവായി കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. സമയമായതുകൊണ്ട് ഇപ്പം ഞാൻ നിർത്തുന്നു. ഈ 2 രാത്രി ഉണ്ടല്ലോ. സമയോചിതമായും ദൈവാത്മാവിൻ്റെ പ്രകാശനം പോലെയും ഇതിൻ്റെ തുടർ വ്യാഖ്യാനങ്ങൾ, പ്രവചനങ്ങൾ, അതിൻ്റെ വഴികൾ ബോധ്യപ്പെടുത്താം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, തലകൾ ഉണക്കിക്കാട്ട്. രാത്രി ദൈവവചനം കേട്ടവരിൽ അത് ഏതെങ്കിലും കുറവോ കുറ്റമോ പോരായ്മയോ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൽ ഒരുക്കംപെട്ട ശുദ്ധീകരണത്തിൽ തൻ്റെ വരവ് ഏത് നിമിഷം ഉണ്ടായാലും കർത്താവിന് മുമ്പിൽ കാണപ്പെടുവാൻ തങ്ങളെ തന്നെ ഒരുക്കി ദൈവത്തിൽ കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.